നമസ്കാരം. ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. സീതാറാം യെച്ചൂരി രാജ്യസഭയിലേക്ക് മത്സരിക്കേണ്ടെന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ തീരുമാനം. കേന്ദ്ര കമ്മിറ്റി ഇന്ന് വോട്ടിനിട്ടാണ് ഇക്കാര്യം തീരുമാനിച്ചത്. ബി ബാലഗോപാൽ ദില്ലിയിൽ നിന്നും. ബാലഗോപാൽ, എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിലൊരു വോട്ടെടുപ്പ് ആവശ്യമായി വന്നത്? പോളിറ്റ് ബ്യൂറോ സീതാറാം യെച്ചൂരി മത്സരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനം എടുത്തിരുന്നു. പിന്നെ എങ്ങനെയാണത് രാജ്യസഭയിൽ ഒരു വിഷയമായത്? നികേഷ്, കേന്ദ്ര കമ്മിറ്റിയിൽ ഈ വിഷയം ബംഗാൾ നേതാക്കളാണ് വീണ്ടും ഉന്നയിച്ചത്. അതായത് പോളിറ്റ് ബ്യൂറോയുടെ തീരുമാനം കേന്ദ്ര കമ്മിറ്റിയിൽ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്ന് ഈ വിഷയം അജണ്ടയിൽ ഉൾപ്പെടുത്തണമെന്ന് ഇന്നലെ തന്നെ കേന്ദ്ര കമ്മിറ്റിയിൽ ബംഗാൾ നേതാക്കൾ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ഈ വിഷയം കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ചയ്ക്ക് വരികയും തുടർന്ന് ചർച്ച നടക്കുകയുമാണ് ഉണ്ടായത്. ബംഗാളിൽ നിന്നുള്ള നേതാക്കൾ എന്തുകൊണ്ട് സീതാറാം യെച്ചൂരി തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്ന കാര്യം ഈ സംസാരിച്ച പ്രധാനപ്പെട്ട നേതാക്കൾ റബിൻ ദേവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ കേന്ദ്ര കമ്മിറ്റിയിൽ വിശദീകരിക്കുകയും ചെയ്തു. സീതാറാം യെച്ചൂരി അല്ല മത്സരിക്കുന്നതെങ്കിൽ കോൺഗ്രസ് തങ്ങൾക്ക് സീറ്റ് നൽകില്ല. പാർലമെന്റിൽ പാർട്ടിക്ക് ഒരു അംഗത്തിന് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അതിനേക്കാൾ ഉപരിയായി ബംഗാളിൽ നിന്നുള്ള മറ്റു പ്രതിപക്ഷ പാർട്ടികൾക്ക് പോലും അല്ലെങ്കിൽ പാർട്ടിയുമായി എതിർ ദിശയിൽ നിൽക്കുന്ന തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് പോലും സീതാറാം യെച്ചൂരിയുടെ സാന്നിധ്യം രാജ്യസഭയിൽ ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഉള്ളത്. ഈ ആവശ്യങ്ങളായിരുന്നു അവർ ഉന്നയിച്ചിരുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ സീതാറാം യെച്ചൂരിക്ക് സീറ്റ് പാർട്ടി കരസ്ഥമാക്കിയില്ല എങ്കിൽ അടുത്ത തവണ ഒഴിവ് വരുമ്പോഴും പാർട്ടിക്ക് ഒറ്റയ്ക്ക് ജയിക്കാൻ വേണ്ടി സാധിക്കില്ല. അന്നും കോൺഗ്രസിന്റെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. ഇപ്പോൾ ഇതൊരു പ്രസിഡൻസ് ആയി എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഇനി കോൺഗ്രസിന്റെ പിന്തുണ ഒരിക്കലും തേടാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമെന്നും CPM നേതാക്കൾ കേന്ദ്ര കമ്മിറ്റി ബംഗാളിൽ നിന്നുള്ള നേതാക്കൾ വാദിച്ചു. പക്ഷേ വളരെ ശക്തമായ എതിർപ്പാണ് ഈ കേന്ദ്ര കമ്മിറ്റിയിൽ ഈ കാരാട്ടിനോട് അനുകൂലമായ കേരള ഘടകത്തിലെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ സ്വീകരിച്ചിരുന്നത്. ഇന്ന് രാവിലെ ഒരു ദേശീയ ദിനപത്രത്തിന്റെ വെബ്സൈറ്റിന് നൽകിയ അഭിമുഖത്തിൽ, ഓൺലൈൻ എഡിഷന് നൽകിയ അഭിമുഖത്തിൽ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ, പോളിറ്റ് ബ്യൂറോയിലെ അംഗം കൂടിയായ പിണറായി വിജയൻ എന്തുകൊണ്ടാണ് തങ്ങൾ സീതാറാം യെച്ചൂരിയെ സ്ഥാനാർത്ഥിയാകുന്നതിനെ എതിർക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു. രണ്ട് കാര്യങ്ങളാണ് പിണറായി വിജയൻ പറഞ്ഞത്. ഒന്നാമതായി CPMന്റെ ഒരു ജനറൽ സെക്രട്ടറി കോൺഗ്രസിന്റെ പിന്തുണ നേടി രാജ്യസഭയിൽ എത്തുന്നത് അത് പാർട്ടിയുടെ രാഷ്ട്രീയ നയത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ട് അത് അംഗീകരിക്കാനാകില്ല. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞ കാര്യം, ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് പാർലമെന്റിലേക്ക് പോകുമ്പോൾ അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തിന് നീതി പുലർത്താൻ വേണ്ടി സാധിക്കില്ല. അതുപോലെ തന്നെ പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ പരമമായ ഉത്തരവാദിത്വം സംഘടന കെട്ടിപ്പടുക്കുക എന്നതാണ്. രണ്ടും കൂടെ ഒരേപോലെ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് തന്റെ അനുഭവം ചൂണ്ടിക്കാട്ടി. അതായത് 1998 അദ്ദേഹം ചടയൻ ഗോവിന്ദന്റെ ആകസ്മികമായ മരണത്തെ തുടർന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആകുന്ന കാര്യം, അന്ന് EK നായനാർ മന്ത്രിസഭയിൽ അംഗമായിരുന്നു, വൈദ്യുതി മന്ത്രിയായിരുന്നു പിണറായി വിജയൻ. പിന്നീട് മന്ത്രി പദവി ഒഴിഞ്ഞുവെങ്കിലും പിന്നീട് അദ്ദേഹം MLA പദവി തുടർന്നു. പക്ഷേ MLA ആയ രീതിയിൽ MLAയുടെ പ്രവർത്തനം തനിക്ക് അതിനോട് നീതി പുലർത്താൻ സാധിച്ചില്ല എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. കൂടുതൽ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോയാൽ എന്തായാലും എത്ര വോട്ട് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാം. കാരണം CC ഇപ്പോൾ പിരിയുന്നതല്ലേ ഉള്ളൂ. ഇപ്പോൾ സംഘടനാ ബലാബലം എങ്ങനെയാണ്? നമുക്കറിയാം, നേരത്തെ ബാലു തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിൽ പിണറായി കാരാട്ട്, VS യെച്ചൂരി എന്ന അച്ചുതണ്ട് ഉണ്ട് എന്നുള്ളത് നമുക്ക് നേരത്തെ തന്നെ അറിയാം. പക്ഷേ വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിന് ശേഷം പോളിറ്റ് ബ്യൂറോ S രാമചന്ദ്രൻ പിള്ളയെ മുൻനിർത്തി ജനറൽ സെക്രട്ടറി നീക്കങ്ങൾ തുടങ്ങിയപ്പോൾ അന്ന് സീതാറാം യെച്ചൂരിക്ക് ആത്മവിശ്വാസമുണ്ടായിരുന്നു, പുതിയ CCയിൽ വോട്ടെടുപ്പ് നടന്നാൽ തനിക്ക് ജയിക്കാൻ കഴിയുമെന്ന്. ആ ആത്മവിശ്വാസം ഇവിടെ ആദ്യമായിട്ടായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു വിഷയത്തിൽ ഇപ്പോൾ വോട്ടെടുപ്പ് ഉണ്ടാകുന്നത്. എന്തുകൊണ്ട് ഇവിടെ വിജയിച്ചില്ല? നികേഷ്, ഇപ്പോ ഇക്കാര്യങ്ങൾ, അതായത് വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിന്റെ കാലഘട്ടം തൊട്ട് തന്നെ ഈ പാർട്ടിക്കുള്ളിൽ പാർട്ടിയിലൊരു ഏക അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലല്ലായിരുന്നു അന്ന് സീതാറാം യെച്ചൂരി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആകുന്നത്. നികേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ S രാമചന്ദ്രൻ പിള്ളയെ ഒരു ടേമെങ്കിലും ജനറൽ സെക്രട്ടറി ആക്കുക, തുടർന്ന് ബൃന്ദ കാരാട്ടിനെ പാർട്ടി ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് കൊണ്ടുവരിക. ഇതായിരുന്നു കാരാട്ട് പക്ഷം വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിന് മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷെ അന്ന് തമിഴ്നാട്, അതുപോലെ തന്നെ
ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര ഘടകങ്ങൾ ഏറ്റവും അവസാനം ഈ കാരാട്ടിനോടൊപ്പം എക്കാലത്ത് നിന്നിരുന്ന ആന്ധ്ര ഘടകം ഉൾപ്പെടെ യെച്ചൂരിക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന നില വന്നിരുന്നു. പക്ഷെ അന്നും ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിനുശേഷവും PBയിൽ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ യെച്ചൂരി ന്യൂനപക്ഷമായിരുന്നു. യെച്ചൂരിയുടെ തീരുമാനങ്ങൾക്ക് പലപ്പോഴും PBയിൽ ഭൂരിപക്ഷം ലഭിച്ചിരുന്നില്ല. അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിൽ എത്തുമ്പോൾ പല വിഷയങ്ങളും PBയിൽ തർക്കമുണ്ടാകുമ്പോൾ അത് കേന്ദ്ര കമ്മിറ്റിയിൽ കൊണ്ടുവരികയും കേന്ദ്ര കമ്മിറ്റിയിൽ ജനറൽ സെക്രട്ടറിയുടെ തീരുമാനമെന്ന് എന്ന രീതിയിൽ അത് അവതരിപ്പിക്കുകയും ഒക്കെ ആയിരുന്നു യെച്ചൂരി പരമ്പരാഗതമായി. അതായത് കഴിഞ്ഞ 3 വർഷം വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിന് ശേഷം എടുത്താൽ നമുക്ക് മനസ്സിലാവും. എന്നിരുന്നാൽ കൂടിയും കേന്ദ്ര കമ്മിറ്റിയിലും PBയിലും ഇപ്പോഴും ഈ പാർട്ടിയുടെ ശാക്തിക ബലാബലം പരിശോധിക്കുകയാണെങ്കിൽ കാരാട്ടിന് തന്നെയാണ് ഭൂരിപക്ഷം, കാരാട്ട് വിഭാഗത്തിന് തന്നെയാണ് ഭൂരിപക്ഷം. അത് തന്നെയാണ് ഇവിടെ യഥാർത്ഥത്തിൽ പ്രതിഫലിക്കപ്പെട്ടത്. രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം യെച്ചൂരിയുമായി അടുപ്പമുള്ള നേതാക്കളിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ത്രിപുര ഘടകം പരമ്പരാഗതമായി യെച്ചൂരിക്കൊപ്പമാണ് നിലനിന്നിരുന്നെങ്കിലും അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ സാഹചര്യം, അതായത് കോൺഗ്രസ് ആണ് മുഖ്യ പ്രതിപക്ഷം. സ്വാഭാവികമായും കേരളത്തിലെ നേതാക്കളെ പോലെ തന്നെ കോൺഗ്രസിൽ നിന്ന് പിന്തുണ നേടുകയാണെങ്കിൽ അത് അവിടെ BJPയുടെ വളർച്ച ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അത് അവിടെ ത്രിപുരയിൽ കാര്യമായ തോതിലുള്ള ഈ ജനറൽ സെക്രട്ടറി കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി വരികയാണെങ്കിൽ അതിന് സ്വാഭാവികമായും അത് അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമുണ്ടായിരിക്കാം. ആ ഒരു ആശങ്ക യെച്ചൂരി പക്ഷത്തിനുണ്ടായിരുന്ന ആശങ്ക യാഥാർത്ഥ്യമാണ് എന്ന് ഇന്ന് ഏതാണ്ട് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കും. കാരണം ത്രിപുരയിലെ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ഈ വിഷയത്തിൽ കാരാട്ടിനോടൊപ്പമാണ് നിലനിന്നത് എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. പക്ഷെ നികേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വോട്ടെടുപ്പിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും ലഭ്യമാകേണ്ടതായുണ്ട്. എത്ര വോട്ട് ഇത് തള്ളപ്പെട്ടത് തുടങ്ങിയ വിശദാംശങ്ങൾ നമുക്ക് ഒരുപക്ഷെ അടുത്ത മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ബാലഗോപാലിലേക്ക് ഞാൻ മടങ്ങിയെത്താം. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പിന്തുണയോടെ സീതാറാം യെച്ചൂരിയെ മത്സരിപ്പിക്കാനാകില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ ദ ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. കോൺഗ്രസ് പിന്തുണയോടുകൂടി മത്സരിക്കുന്നത് പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടുകൾക്ക് വിരുദ്ധമാണെന്നും പിണറായി ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. പാർലമെന്റ് അംഗമായാൽ സീതാറാം യെച്ചൂരിക്ക് പാർട്ടി പ്രവർത്തനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കില്ല എന്നും അഭിമുഖത്തിൽ പിണറായി വ്യക്തമാക്കി. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ സീതാറാം യെച്ചൂരി മത്സരിക്കണമോ എന്ന CPM കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യാനിരിക്കെയാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പിന്തുണയോടെ സീതാറാം യെച്ചൂരിയെ മത്സരിപ്പിക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയത്. കോൺഗ്രസ് പിന്തുണയോടെ സീതാറാം യെച്ചൂരിയെ മത്സരിപ്പിക്കുന്നത് പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടുകളോട് യോജിച്ചു പോകുന്നതല്ല. പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് പാർലമെന്റ് അംഗത്തിന്റെ പ്രവർത്തനം നീതിപൂർവമായി ചെയ്യാൻ കഴിയില്ല. കേരളത്തിലെ പാർട്ടി സെക്രട്ടറിയായി തന്നെ നിയമിക്കുമ്പോൾ താൻ നിയമസഭാംഗവും മന്ത്രിയുമായിരുന്നു. എന്നാൽ പിന്നീട് മന്ത്രിപദം ഒഴിഞ്ഞെങ്കിലും MLA ആയി തുടർന്നു. ആ കാലഘട്ടത്തിൽ MLA സ്ഥാനത്തോട് തനിക്ക് നീതി പുലർത്താൻ സാധിച്ചില്ല. തൻ്റെ പ്രവർത്തനം ഇടയ്ക്കിടയ്ക്കുള്ള നിയമസഭാ ഇടപെടലുകൾ മാത്രമായി ഒതുങ്ങി. പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ റോളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല എന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. സീതാറാം യെച്ചൂരിയെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കണമെന്ന നിലപാട് ബംഗാൾ ഘടകം ശക്തമായി ഉന്നയിക്കുന്നതിനിടയിലാണ് പിണറായി തന്റെ നിലപാട് പരസ്യമായി പറഞ്ഞിരിക്കുന്നത്. ബംഗാൾ കേരള ഘടകങ്ങൾ തമ്മിലുള്ള തർക്കം മൂർച്ഛിക്കുന്നതിനിടയിൽ താൻ മത്സരിക്കാനില്ലെന്ന നിലപാടിലാണ് സീതാറാം യെച്ചൂരി. റിപ്പോർട്ടർ, ദില്ലി. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിന്റെ പ്രതിനിധി ലിസ് മാത്യു, ഭാസുരേന്ദ്ര ബാബു, NM പിയേഴ്സൺ, G ദേവരാജ്, ഫോർഡ് ബ്ലോക്ക് ദേശീയ സെക്രട്ടറി, രാജ്യസഭാ ഉപാധ്യക്ഷൻ PJ കുര്യൻ, NK പ്രേമചന്ദ്രൻ, RSP നേതാവ്, MP, ദേശാഭിമാനി പ്രതിനിധി ഗോപി കൊൽക്കത്തയിൽ നിന്നും എന്നിവരാണ് വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലും. ആദ്യം ലിസ് മാത്യു. ലിസ്, പിണറായി വിജയൻ ഇന്ന് രാവിലെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തൻ്റെ കഴിവ് പൂർണ്ണമായും ഉപയോഗിക്കുകയാണ് സീതാറാം യെച്ചൂരി ചെയ്യേണ്ടത്. സ്വാനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാർലമെൻറ്റ് അംഗം എന്നുള്ള നിലയിൽ പൂർണ്ണമായും അർപ്പിക്കാൻ കഴിയില്ല എന്ന് പിണറായി വിജയൻ ലിസിനോട് പറയുകയുണ്ടായി. ഇന്ന് വൈകുന്നേരം വോട്ടെടുപ്പ് നടക്കുന്നു, വോട്ടിനിട്ട് തള്ളുന്നു എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്ന അടിസ്ഥാനത്തിലാണ് പിണറായി വിജയൻ രാവിലെ അത് ഒരു മാധ്യമത്തോട് വെളിപ്പെടുത്തി വൈകുന്നേരം CC ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പോകുമ്പോൾ? അത് അതിന്റെ ടൈമിങ് അത്ര വലിയ, സ്വാഭാവികമായിട്ടും ഇന്ത്യൻ എക്സ്പ്രസ് ഒരു ദിനപത്രമാണെന്നും ആ ദിനപത്രത്തിന് അദ്ദേഹം കൊടുത്ത ഇന്റർവ്യൂ നാളെയാണ് അത് പ്രസിദ്ധീകരിച്ചു വരുമെന്നുമുള്ള ഒരു വിശ്വാസത്തിലായിരുന്നു അദ്ദേഹം. അല്ലാതെ അത്
ഞങ്ങൾ ഇന്ന് ഓൺലൈനിൽ ഇത് കൊടുക്കുമെന്നോ ഒരു ഡിജിറ്റൽ മീഡിയയിൽ ഇത് വരുമെന്നോ അദ്ദേഹത്തിന് യാതൊരു പ്രതീക്ഷയും അല്ലെങ്കിൽ അങ്ങനെ ഒരു കണക്കുകൂട്ടലോടെയാണ് അദ്ദേഹം ചെയ്തെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അത് ഈ കേരള ഘടകവും നോക്കൂ, ഇന്നിപ്പോ അഥവാ സീതാറാം യെച്ചൂരിക്ക് അനുകൂലമായിട്ടാണ് CC പ്രതികരിക്കുന്നത് എങ്കിൽ നാളെ ആ വാർത്തയ്ക്കൊപ്പം വരുന്നത് പിണറായി വിജയൻ ഇതിനെതിരായിരുന്നു എന്ന വാദമാണ്. ഇനി എന്തായാലും മുന്നോട്ട് പോവാം. തീർച്ചയായിട്ടും അങ്ങനെയുള്ള വാദമായിരിക്കും മുന്നിൽ വരിക. പക്ഷേ കേരള ഘടകം ഇന്നുവരെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇൻക്ലൂഡിംഗ് പിണറായി വിജയൻ ഇന്നുവരെ സീതാറാം യെച്ചൂരി കോൺഗ്രസ് സപ്പോർട്ടോടെയോ അല്ലെങ്കിൽ യെച്ചൂരി ജനറൽ സെക്രട്ടറി ആയിരിക്കെ വീണ്ടും തിരിച്ചു പോകണമെന്ന ഒരു സ്റ്റാൻഡേ എടുത്തിട്ടില്ല. അതിനോട് ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേ അവരിൽ എടുത്തിട്ടില്ല. കേരള ഘടകത്തിന്റെ അല്ലെങ്കിൽ ഒരു വലിയ അവിടുത്തെ ഒരു വിഭാഗത്തിന്റെ വാദം എന്ന് പറയുന്നത് ഇന്നുവരെ ഒരു ജനറൽ സെക്രട്ടറിമാരും പാർലമെന്റിലോ അല്ലെങ്കിൽ അസംബ്ലിയിലോ മെമ്പർമാരായിട്ടില്ല. ഒരു പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ പാർട്ടിയെ വളർത്തുകയും പാർട്ടി സ്ട്രോങ് ആകുകയും ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഉള്ളൂ. ഇപ്പോൾ തന്നെ CPM-ന് ഇപ്പോൾ കിട്ടുന്ന വില പോലും, അവരുടെ വാദമാണ് ഞാൻ പറയുന്നത്, ഇപ്പോൾ കിട്ടുന്ന വില പോലും അത് കേരളത്തിലെ പോലെയുള്ള ഒരു സംസ്ഥാനത്തിൽ 2016 ഇലക്ഷനെ ജയിച്ചു വന്നതുകൊണ്ടാണ് CPM-നെ ഇത്രയും എങ്കിലും ആൾക്കാർ റെസ്പെക്ട് ചെയ്യുന്നെന്നുള്ള ഒരു നിലപാടാണ്. പിന്നെ ഇന്ന് ഇപ്പോൾ നമ്മൾ ഡൽഹിയിൽ നിന്ന് നോക്കുമ്പോഴും ഐഡിയോളജിക്കലിയും പൊളിറ്റിക്കലിയും BJPക്ക് എതിരായിട്ടുള്ള എന്തെങ്കിലും ഓപ്പോസിഷൻ എന്ന് പറയുന്നത് വരുന്നത് കേരളത്തിൽ നിന്നാണ്. ആ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ CPM തോൽപ്പിച്ചത് കോൺഗ്രസിനെയാണ്. ആ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ശരിക്കും മുഖം നിലനിർത്താൻ CPM-ന് അല്ലെങ്കിൽ CPM-ന്റെ ജനറൽ സെക്രട്ടറിക്ക് അതിന് സാധിക്കില്ല. ദയവായി തുടരുക ലിസ് മാത്യു. പക്ഷേ ജി ദേവരാജൻ, ബംഗാൾ ഘടകത്തിന് എന്തുകൊണ്ടാണ് ഇത് എത്ര തവണ തള്ളിയതാണ് പോളിറ്റ് ബ്യൂറോ, എന്നിട്ടും ആവർത്തിച്ച് സീതാറാം യെച്ചൂരി രാജ്യസഭയിൽ പോകണം എന്നുള്ളൊരു വാദം ബംഗാൾ ഘടകത്തിന് വീണ്ടും ഉയർത്തേണ്ടി വരുന്ന രാഷ്ട്രീയ സാഹചര്യം എന്താണ്? കാരണം ചരിത്രപരമായ മണ്ടത്തരത്തിന്റെ ഇരകൾ അവരാണല്ലോ. അല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയിലെ ഇടതുപക്ഷത്തിനും ഇന്ത്യ ഭരിക്കാൻ കഴിയുമായിരുന്നുവെന്നൊരു സന്ദേശം ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുവാൻ കഴിയുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ബംഗാൾ ഘടകം ആവർത്തിച്ചത് പറയുന്നത്. മാത്രവുമല്ല, ബംഗാളിൽ നിന്നുള്ള സഖാവ് സോമനാഥ് ചാറ്റർജി കോൺഗ്രസിന്റെ ഗവൺമെന്റ് ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് കോൺഗ്രസ് അംഗങ്ങളുടെ കൂടി പിന്തുണയോടുകൂടി ഈ രാജ്യത്തിന്റെ സ്പീക്കറായിരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇക്കാര്യത്തിൽ ബംഗാൾ ഘടകത്തിന് പ്രത്യേക താല്പര്യമുണ്ട്. രണ്ടാമത്, കഴിഞ്ഞ നിയമസഭാ ഇപ്പോൾ ദേവരാജൻ ശരിയാണ്, 98-ല് അങ്ങനെ ഒരു ചരിത്രപരമായ മണ്ടത്തരം എന്ന് 96-ൽ ചരിത്രപരമായ മണ്ടത്തരം എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. നോക്കൂ, ഇത് വെറും ജനറൽ സെക്രട്ടറി രാജ്യസഭയിലേക്ക് പോവുക എന്ന തുച്ഛമായ കാര്യമാണ്. ഒരുപക്ഷെ സീതാറാം യെച്ചൂരിക്ക് പകരം കോൺഗ്രസ് മറ്റൊരാൾക്ക് പിന്തുണ കൊടുക്കില്ലായിരിക്കും, ഒരു രാജ്യസഭാംഗത്തെ CPM-ന് നഷ്ടപ്പെടുമായിരിക്കും. പക്ഷേ ആ 98-ലെ ചരിത്രപരമായ മണ്ടത്തരവുമായി യഥാർത്ഥത്തിൽ ഇതിനെ താരതമ്യം ചെയ്യാൻ കഴിയുമോ? 96 രാജ്യത്തിന്റെ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കണ്ടേ നികേഷ്? നമുക്കതിലെ വളരെ പ്രധാനപ്പെട്ടത്, ഇന്ന് രാജ്യം ആവശ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഈ പറഞ്ഞ ഒരു സമഗ്രാധിപത്യം എല്ലാ മേഖലകളിലും നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു വർഗീയ ഫാസിസ്റ്റ് ശക്തിക്കെതിരായിട്ട് എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നിച്ചു നിൽക്കേണ്ട ഒരു സാഹചര്യം. ആ പ്രായോഗികമായ ഒരു സാഹചര്യം മനസ്സിലാക്കുവാൻ CPM-ന്റെ നേതൃത്വത്തിന് ഇപ്പോഴും കഴിയാതെ പരട്ടു തത്വവാദത്തിൽ ഉറച്ചു നിന്നാൽ മതിയോ? വളരെ പ്രധാനപ്പെട്ടതാണ് ജി ദേവരാജൻ താങ്കൾ പറയുന്ന രാഷ്ട്രീയം ഞാൻ മനസ്സിലാക്കുന്നു. ഈ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ദുർബലപ്പെട്ട ഒരു അവസ്ഥയുണ്ട്. അതിനപ്പുറത്തേക്ക് സീതാറാം യെച്ചൂരി എന്ന നേതാവ് പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിന്റെ ആവശ്യമായി മാറിയിരിക്കുന്നു. വെറും CPM-ന്റെ മാത്രമല്ല, ആ രാഷ്ട്രീയം ഞാൻ മനസ്സിലാക്കുന്നു. NK പ്രേമചന്ദ്രൻ RSP നേതാവ് ടെലിഫോൺ ലൈനിലുണ്ട്. NK പ്രേമചന്ദ്രൻ അല്പം മുമ്പ് CPIM-CC വോട്ടിനിട്ട് തള്ളിയിരിക്കുന്നു. സീതാറാം യെച്ചൂരി രാജ്യസഭയിലേക്ക് കോൺഗ്രസ് പിന്തുണയോടുകൂടി പോകേണ്ടതില്ല ബംഗാളിൽ നിന്ന് എന്ന് എങ്ങനെ കാണുന്നു താങ്കൾ ഇതിനെ? ഇതിന് പ്രധാനമായും രണ്ട് മാനങ്ങളുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ഒന്ന്, ഇന്ന് സീതാറാം യെച്ചൂരിയെ പോലെയുള്ള പ്രഗത്ഭനായിട്ടുള്ള ഒരു നേതാവ് തീർച്ചയായിട്ടും ഇന്നത്തെ വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ നേരത്തെ സഖാവ് ദേവരാജൻ സൂചിപ്പിച്ചതുപോലെ സമഗ്രാധിപത്യം സർവ്വ മേഖലയിലും
നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അതിശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം പാർലമെന്റിനകത്തും പാർലമെന്റിന് പുറത്തും നടത്തുന്നതിന് തീർച്ചയായും സഖാവ് സീതാറാം യെച്ചൂരിയുടെ പാർലമെന്റിലെ സാന്നിധ്യം സഹായകമാകുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഇപ്പൊ തന്നെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലും ഒക്കെ പാർട്ടി ജനറൽ സെക്രട്ടറി എന്നതിനപ്പുറത്തേക്ക് പാർലമെന്റിൽ പ്രത്യേകിച്ചും രാജ്യസഭയിലെ CPM-ന്റെ പാർലമെന്ററി പാർട്ടിയുടെ നേതാവ് എന്ന നിലയിലുള്ള ഒരുപാട് ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതൃനിരയെ ഏകോപിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട പങ്കുവഹിക്കാൻ സഖാവ് സീതാറാം യെച്ചൂരിക്ക് കഴിഞ്ഞത് പാർലമെന്റിലുള്ള ഈ സാന്നിധ്യവും അദ്ദേഹത്തിന്റെ സജീവമായിട്ടുള്ള ഇടപെടലുകൾ സഹായകമായി എന്നുള്ളത് ഇടപെടുകയാണ്. ശ്രീ LK പ്രേമചന്ദ്രൻ, എന്തിന് CPM-ന്റെ ജനറൽ സെക്രട്ടറിയാണ് സീതാറാം യെച്ചൂരി, CPM-ന്റെ ആസ്ഥാനം ഡൽഹിയിലാണ്, എന്തുകൊണ്ട് CPM-ന്റെ ഒരു ജനറൽ സെക്രട്ടറിക്ക് പാർലമെന്റ് അംഗമായാൽ മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയൂ എന്ന് താങ്കൾ കരുതുന്നു? അല്ല, ഞാൻ പറഞ്ഞു വന്നത് അതാണ്. ഞാൻ പറഞ്ഞത് 2 മാനങ്ങളുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചത് അതുകൊണ്ടാണ്. സംഘടനാപരമായി പരിശോധിക്കുമ്പോൾ CPM-ന്റെ കീഴ്വഴക്കം സംഘടനാപരമായി അവർ പുലർത്തിപ്പോരുന്നത് പാർട്ടി സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിമാർ സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാറില്ല, മത്സരിച്ചേതെങ്കിലും സ്ഥാനത്ത് അങ്ങനെ വരാറില്ല എന്നുള്ളത് അവരുടെ പാർട്ടി സംഘടനാപരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കീഴ്വഴക്കമാണ്. ആ സംഘടനാപരമായിട്ടുള്ള അവരുടെ സംഘടനാ സംവിധാനത്തെ നമുക്കാർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല. തീർച്ചയായിട്ടും ആ പാർട്ടി നിരന്തരമായി നിരവധി വർഷങ്ങളായി പുലർത്തിപ്പോരുന്ന കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. അത് നിഷേധിക്കാനോ ചോദ്യം ചെയ്യാനോ ആർക്കും കഴിയില്ല. പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം രാജ്യസഭയിലേക്ക് പോകുന്നതിൽ ഉണ്ടാകുന്ന അസൗകര്യങ്ങളും അനൗചിത്യങ്ങളും അവർക്ക് ചൂണ്ടിക്കാണിക്കാം. അതുപോലെ തന്നെ സുപ്രധാനമായിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള ചുമതല വഹിക്കേണ്ടുന്ന അദ്ദേഹം ആ തലത്തിൽ കേന്ദ്രീകരിക്കേണ്ട ആവശ്യകതയൊക്കെ സൂചിപ്പിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞത് ഇന്നത്തെ ഒരു പ്രത്യേക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ദേശീയ രാഷ്ട്രീയ പ്രശ്നങ്ങളെ വിലയിരുത്തുമ്പോൾ ഒരു പാർട്ടി ജനറൽ സെക്രട്ടറി എന്നതിനപ്പുറം ഇപ്പൊ പാർട്ടി ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ലഭിക്കുന്നതിനേക്കാൾ ഒരു പ്രത്യേക തലത്തിലുള്ള അംഗീകാരവും അല്ലെങ്കിൽ CPM-ന്റെ ഒരു മുഖമായി ദേശീയ തലത്തിൽ പാർലമെന്ററി പ്രവർത്തനത്തിലൂടെ രംഗത്ത് വരാൻ സീതാറാം യെച്ചൂരിയുടെ പ്രവർത്തനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ശരി, ഞാൻ മടങ്ങിയെത്താം. ശ്രീ LK പ്രേമചന്ദ്രൻ, ദയവായി ചർച്ചയിൽ താങ്കൾ തുടരണം. B ബാലഗോപാൽ വീണ്ടും ദില്ലിയിൽ നിന്ന്. ബാലഗോപാൽ, വോട്ടെടുപ്പിന്റെ കണക്ക് ലഭ്യമാണോ? നികേഷ്, വോട്ടെടുപ്പിന്റെ കണക്ക് ഏതാണ്ട് ഇതായിരുന്നു. അതായത് 28 അംഗങ്ങൾ ആണ് സീതാറാം യെച്ചൂരി ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ട അതിനോട് അനുകൂലമായ നിലപാട് സ്വീകരിച്ചത്. ഈ വോട്ടെടുപ്പ് കേന്ദ്ര കമ്മിറ്റിയിൽ വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടത് ബംഗാളിൽ നിന്നുള്ള നേതാക്കളായിരുന്നു. എന്നാൽ ബംഗാളിൽ നിന്നുള്ള ഈ കേന്ദ്ര കമ്മിറ്റിയിലെ 10 അംഗങ്ങൾക്ക് പുറമെ 18 അംഗങ്ങൾ കൂടി ഈ വോട്ടെടുപ്പിൽ സീതാറാമിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ കേന്ദ്ര കമ്മിറ്റിയിലെ ഈ അതായത് മൊത്തം അംഗസംഖ്യയുടെ പകുതി പോലും അത് എത്തിയിരുന്നില്ല. ഏതാണ്ട് 50ഓളം അംഗങ്ങൾ ഈ സീതാറാമിന്റെ സ്ഥാനാർത്ഥിത്വത്തെ എതിർക്കുകയും ചെയ്തിരുന്നു. പോളിറ്റ് ബ്യൂറോയുടെ അനുകൂലമായ നിലപാട്, അതായത് പോളിറ്റ് ബ്യൂറോ നിലപാടിന് അതായത് 50 അംഗങ്ങൾ സീതാറാം യെച്ചൂരി മത്സരിക്കേണ്ട എന്നും 28 അംഗങ്ങൾ മത്സരിക്കട്ടെ എന്നും തീരുമാനിച്ചു. 28 എന്ന കണക്ക് വളരെ വ്യക്തമാണ്. 50ഓളം അംഗങ്ങൾ എന്നാണ് ഇപ്പോഴത്തെ സ്ട്രെങ്ത് 91 അല്ലേ? ഈ കേന്ദ്ര കമ്മിറ്റിയിൽ പങ്കെടുത്തതും അതുപോലെ തന്നെ അതിനകത്ത് ഈ VS ഞാൻ B ബാലഗോപാലിലേക്ക് മടങ്ങിയെത്താം. രാജ്യസഭ ഉപാധ്യക്ഷൻ PJ കുര്യൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ PJ കുര്യൻ, അല്പം മുമ്പ് CPIM കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു സീതാറാം യെച്ചൂരിയെ രാജ്യസഭയിലേക്ക് മത്സരിപ്പിക്കേണ്ട എന്ന്. ഒരു പാർലമെന്റേറിയൻ എന്നുള്ള നിലയിൽ എന്ത് സംഭാവനയാണ് സീതാറാം യെച്ചൂരി താങ്കൾ അധ്യക്ഷനായ സഭയ്ക്ക് നൽകിയത്? സീതാറാം യെച്ചൂരി രാജ്യസഭയിലെ ഏറ്റവും മെച്ചപ്പെട്ട പാർലമെന്റേറിയനാണ്. അദ്ദേഹം രാജ്യസഭയിൽ ഇല്ലാതാകുന്നത് രാജ്യസഭയ്ക്കും പാർലമെന്റിനും വലിയ നഷ്ടമാണ് എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ രാജ്യസഭയിൽ അയക്കാത്തത് ഇടതുപക്ഷത്തിനും പ്രതിപക്ഷത്തിനും വലിയ നഷ്ടമാണ് എന്നാണ് എന്റെ അഭിപ്രായം. ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് പാർലമെന്റേറിയൻസ് ഇൻ ദ രാജ്യസഭ. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണല്ലോ കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ CPIM-നോട് അഭ്യർത്ഥിച്ചു വരുന്നത് സീതാറാം യെച്ചൂരി അങ്ങോട്ടേക്ക് അയക്കണം എന്നുള്ളത്. ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു പാർലമെന്റേറിയന്റെ പ്രസക്തി എത്രത്തോളമാണ്? അതെ, ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ പ്രഗത്ഭരായ പാർലമെന്റേറിയൻസ് ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. വളരെ പ്രസക്തമായ ചോദ്യമാണ്. കാര്യം ഇപ്പോഴത്തെ പ്രത്യേകിച്ചുള്ള ഇന്നത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ
നല്ല പാർലമെന്റേറിയൻസ് ഉണ്ടാകേണ്ടത് പാർലമെന്റിൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അതില് സീതാറാം യെച്ചൂരി അതിന്റെ മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ്. അദ്ദേഹം ഇല്ലാതെ പാർലമെന്റിൽ ഇല്ലാതാകുന്ന പി ജെ കുര്യനിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി എത്തേണ്ടതുണ്ട്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, അടുത്ത എൻ്റെ ചോദ്യം പി ജെ കുര്യനോട്. നമുക്കറിയാം ലോക്സഭയിൽ ഇപ്പോൾ ലോക്സഭാ നടപടികൾ ലോക്സഭാ ടി വിയിൽ താങ്കൾ നോക്കുകയാണെങ്കിൽ സുമിത്രാ മഹാജൻ്റെ മുഖം കാണും, അല്ലെങ്കിൽ മോദി സംസാരിക്കുന്നുണ്ടെങ്കിൽ ട്രഷറി ബെഞ്ചുകാർ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മുഖം കാണിക്കും. പ്രതിപക്ഷത്തിൻ്റെ ഒരു ആക്ടിവിറ്റിയും ഒരു മിന്നാട്ടം പോയ ഒരു ദിവസത്തിൽ ഒരിക്കൽ കാണിച്ചാൽ മാത്രമേ ഉണ്ടാകാറുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. രാജ്യസഭാ ടി വി കുറേയൊക്കെ ഭേദമാണ്, ഹമീദ് അൻസാരിയുടെ നിയന്ത്രണത്തിലാണത് എന്നുള്ളതുകൊണ്ട്. അടുത്ത ദിവസം വരാൻ പോകുന്നത് വെങ്കയ്യ നായിഡുവാണ്. അവിടെയാണ് ഇപ്പോൾ നേരത്തെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഐഡിയോളജിയുടെ അടിസ്ഥാനത്തിലാണ് എങ്കിൽ ഇപ്പോൾ നേതാക്കളെ കൊണ്ട് പിടിച്ചു നിൽക്കണം എന്നൊരാഗ്രഹം പ്രതിപക്ഷ ബെഞ്ചുകളിലുള്ളത്. അതുകൊണ്ടാണ് സീതാറാം യെച്ചൂരി അവിടെ വേണമെന്ന് സോണിയാഗാന്ധി ആഗ്രഹിക്കുന്നത്, ശരദ് യാദവ് ആഗ്രഹിക്കുന്നത്, മായാവതി ആഗ്രഹിക്കുന്നത്, നിതീഷ് കുമാർ ആഗ്രഹിക്കുന്നത്, ഇവരൊക്കെ തന്നെയും. അവിടെയാണ് CPM നിലപാടെടുക്കുന്നതിൽ വലിയ കാർക്കശ്യം കാണിക്കുന്നത്. കാലഘട്ടം മാറിപ്പോയി. അല്ല, അതിനകത്ത് സീതാറാം യെച്ചൂരിയെ പോലെ പഴക്കവും തഴക്കവുമുള്ള ഒരാൾ തുടർന്നും രാജ്യസഭയിൽ ഉണ്ടാകുന്നത് പ്രതിപക്ഷത്തിന് ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. ആർക്കും അക്കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ടാണ് ശ്രീ ബാബു, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. എനിക്ക് രാജ്യസഭാ ഉപാധ്യക്ഷനെ ലൈനിൽ കാത്തു നിർത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ശ്രീ പി ജെ കുര്യൻ, ഞാൻ ചോദിക്കുന്നത്, ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാം സ്വന്തം വരുതിയിൽ നിർത്താൻ ശ്രമിക്കുന്നു BJP ഭരണകൂടം എന്ന് ഇവിടെ ഇരിക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കുന്ന പലരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ആ നിലയിൽ പ്രതിപക്ഷ നേതാക്കളുടെ ഉശിര് കൊണ്ട് മാത്രമേ പാർലമെന്റിൽ ഏതെങ്കിലും നിലയത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്നുള്ളതാണ് അവസ്ഥ എന്ന്. ഞാൻ നേരത്തെ ലോക്സഭ TV കാര്യം പറഞ്ഞു. അവിടെ പ്രതിപക്ഷാംഗങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം എന്താണ് എന്ന് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് കാണാൻ കഴിയുന്നില്ല. കാരണം അത് കാണിക്കാത്ത അവസ്ഥയുണ്ട്. വളരെ കുറഞ്ഞ സമയം മാത്രമേ കാണിക്കൂ. രാജ്യസഭ TV കുറേയൊക്കെ ഭേദമാണ്. അത് പക്ഷേ പുതിയ ഉപരാഷ്ട്രപതി വരുന്നതോടുകൂടി അതും ഇല്ലാതാകുമെന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ വല്ലാത്ത വലിയ അധീശത്വം BJP ഉണ്ടാക്കുന്നുവെന്നും അതിനെ ഏതെങ്കിലും നിലയിൽ കവർ ചെയ്യാൻ ഇത്തരത്തിലുള്ള പാർലമെന്റേറിയന്മാർ വേണം എന്നുള്ളൊരു നിലപാട് പൊതുവേ ദേശീയ തലത്തിലുള്ള പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെല്ലാം ഉണ്ട്. ആ ഒരു അഭിപ്രായം താങ്കൾ ഷെയർ ചെയ്യുന്നുണ്ടോ? ഇല്ല, താങ്കൾ പറഞ്ഞ അഭിപ്രായങ്ങളോട് പലതിനോടും ഞാൻ അതിനെക്കുറിച്ചൊന്നും അഭിപ്രായം പറയുന്നില്ല. അതിനോടൊന്നും എനിക്ക് താങ്കള് പുതിയ ഉപരാഷ്ട്രപതിയെ കുറിച്ച് പറഞ്ഞതോ അല്ലെങ്കിൽ BJPയെ കുറിച്ച് പറഞ്ഞതോ അതിനെക്കുറിച്ചൊന്നും ഞാൻ കമന്റ് ചെയ്യുന്നില്ല. അതിനെക്കുറിച്ചൊന്നും എനിക്ക് കമന്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു പാർലമെന്റേറിയൻ നിലയിൽ പാർലമെന്റിൽ ഉണ്ടായിരിക്കേണ്ട ആളാണ് ശ്രീ സീതാറാം യെച്ചൂരി. രണ്ട്, ഇടതുപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഏറ്റവും ശക്തമായ ശബ്ദമായിരുന്നു ശ്രീ സീതാറാം യെച്ചൂരി. ജനാധിപത്യത്തില് ഭരണകക്ഷിയെപ്പോലെ തന്നെ പ്രതിപക്ഷത്തിന് സ്ഥാനമുണ്ട്. പ്രതിപക്ഷത്തും പ്രഗത്ഭരായ അംഗങ്ങൾ ഉണ്ടാകേണ്ടത് ജനാധിപത്യത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമാണ്. ആ അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത് ശ്രീ സീതാറാം യെച്ചൂരി പാർലമെന്റിൽ ഉണ്ടാകേണ്ടതാണ് എന്ന് മാത്രമല്ല, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സീതാറാം യെച്ചൂരി പാർലമെന്റിൽ ഇല്ലാതെ വരുന്നത് വലിയ നഷ്ടമായിരിക്കും എന്ന കാര്യത്തിലും എനിക്ക് യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് പുതിയ ഭാരതത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സീതാറാം യെച്ചൂരിക്ക് വലിയ സംഭാവന പാർലമെന്റിൽ ചെയ്യാൻ കഴിയും എന്ന കാര്യത്തിൽ ഒരു സംശയവും. CPIM-ന് അതിനൊരു തത്വമുണ്ട്. 2 വട്ടം മാത്രമേ രാജ്യസഭയിലേക്ക് ഒരാളെ അയക്കൂ എന്ന്. ഒരു പാർലമെന്റേറിയൻ എന്ന നിലയിൽ യെച്ചൂരിയുടെ ഏറ്റവും മികച്ച ജീവിതകാലം അതിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കാലഘട്ടം വിലയിരുത്തിയാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച കാലഘട്ടം. നമ്മൾ സീതാറാം യെച്ചൂരിയുടെ രാജ്യസഭാ പ്രസംഗങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു ടെക്സ്റ്റ് പുസ്തകം വായിക്കുന്നത് പോലെ മനോഹരമാണ്, അത്രയും കാര്യമാത്ര പ്രസക്തവുമാണ്. ആ നിലയിൽ ഈ കാലഘട്ടം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു സീതാറാം യെച്ചൂരി ഏതെങ്കിലും ഒരു സഭയിൽ ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ്. അതെ, തീർച്ചയായും അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കാം. വളരെ നന്ദി ശ്രീ പി ജെ കുര്യൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, താങ്കൾക്ക് തുടരാം. എന്നോട് ക്ഷമിക്കുക ഇടപെട്ടതിന്.
അല്ല, അതിനകത്ത് അതെനിക്ക് മനസ്സിലാകും. ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ സീതാറാം യെച്ചൂരി രാജ്യസഭയിൽ ഉണ്ടാവുക എന്നത് വളരെ ഒരു നല്ല കാര്യമായി എല്ലാവരും പരിഗണിക്കും. അത് പ്രേമേന്ദ്രനാണെങ്കിലും പി ജെ കുര്യനാണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും അതിനെ അംഗീകരിക്കുന്ന അവസ്ഥ വരും. CPIക്കും ഇഷ്ടമുള്ള കാര്യമായിരിക്കും. പക്ഷേ യഥാർത്ഥ പ്രശ്നം എന്താ? ഈ അവസ്ഥ നികേഷ് ആലോചിക്കേണ്ടിയിരുന്നത് കഴിഞ്ഞ തവണ അദ്ദേഹം മത്സരിക്കുന്ന സമയത്താണ്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അദ്ദേഹം മത്സരിക്കുന്ന സമയത്ത് ആലോചിക്കേണ്ട കാര്യമായിരുന്നു. ആലോചിക്കാതെ പോയി. അവിടെയാണ് കുഴപ്പം വരുന്നത് എന്തായാലും. പക്ഷെ ഒരു കാര്യമുണ്ട്, CPMനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഒരു സാഹചര്യത്തിലും പാർലമെന്റ് രംഗത്ത് നിൽക്കുന്ന ഒരാൾ അതിന്റെ പാർട്ടി സെക്രട്ടറിയായി വന്നിട്ടില്ല. അതിന് അവരുടേതായ കാരണങ്ങളുണ്ട്. അതൊരു കീഴ്വഴക്കമോ രാഷ്ട്രീയമോ അല്ല, പ്രായോഗികമായി തന്നെ അത് അസാധ്യമായ ഒരു കാര്യമാണ്. കാര്യം അത്രത്തോളം ഗൗരവതരമായ ഉത്തരവാദിത്വം പാർട്ടി നേതാവിനുണ്ട്. ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുക, അല്ലെങ്കിൽ ഭൂരിപക്ഷം ഇക്കാര്യത്തിലൊരു തീരുമാനം എടുത്തിരിക്കുക, ജനറൽ സെക്രട്ടറി ആയിരിക്കെ അദ്ദേഹം പാർലമെന്ററി പ്രവർത്തനത്തിന് പോകേണ്ട എന്നുള്ളതുകൊണ്ടാണോ, അതോ കോൺഗ്രസ് പിന്തുണയോടുകൂടി ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി രാജ്യസഭയിൽ എത്തണ്ട എന്നുള്ളത് കൊണ്ടായിരിക്കുമോ? അല്ല, അത് കോൺഗ്രസുമായുള്ള ഒരു കൊള്ള കൊടുക്കൽ ഇടതുപക്ഷത്തിനുണ്ട്. താങ്കൾ സൂചിപ്പിച്ചത് ശരിയാണ്. കോൺഗ്രസുമായി ഏതെങ്കിലും നിലവാരത്തിൽ അടവുപരമായ ബന്ധങ്ങളുടെ അവസ്ഥ വരുമ്പോൾ CPM അതിനെ അംഗീകരിച്ചിട്ടുണ്ട്. നികേഷ്, കഴിഞ്ഞ ബംഗാളിലെ പാർലമെന്റ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അത് നാം കണ്ടതാണ്. വരും ദിനങ്ങളിൽ കുറെ കൂടി ഗൗരവതരമായ യോജിച്ചുള്ള മുന്നേറ്റങ്ങൾ പാർലമെന്റിനകത്തും പുറത്തും അനിവാര്യമായി തീരുന്ന രാഷ്ട്രീയ പശ്ചാത്തലമാണ് ഉള്ളത് എന്ന് പി ജെ കുര്യൻ പറഞ്ഞതിൽ നിന്നും പ്രേമേന്ദ്രൻ പറഞ്ഞതിൽ നിന്നും താങ്കൾ പറയുന്നതിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. പ്രശ്നം എന്താണ്? അതിന് സീതാറാം യെച്ചൂരി തന്നെ വേണമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും CPMന് ഇല്ലേ? നോക്കൂ, MA ബേബി പോളിറ്റ് ബ്യൂറോ അംഗമാണ്. അദ്ദേഹം രാജ്യസഭയിൽ ഒരു ഘട്ടം പ്രവർത്തിച്ചയാളാണ്. സീതാറാം യെച്ചൂരിയെ പോലെ തന്നെ. സീതാറാം യെച്ചൂരി 12 വർഷം പ്രവർത്തിച്ചു. 12 വർഷം ഒരു സഭയിൽ പ്രവർത്തിക്കുമ്പോൾ അവാർഡ് വാങ്ങത്തക്ക വിധത്തിൽ അദ്ദേഹത്തിന് അത് ലഭിക്കുകയും ചെയ്തല്ലോ. ആ നിലയ്ക്ക് പ്രാഗൽഭ്യം കാണിക്കാൻ പറ്റുന്ന ഒരു കാലയളവാണ്. MA ബേബി 6 വർഷം അവിടെ വർക്ക് ചെയ്ത ആളാണ്. അതുമാത്രമല്ല, കേരളം പോലെ ഒരു സംസ്ഥാനത്ത്, മുന്നിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പാർലമെന്ററി പരിചയം കൂടി അദ്ദേഹത്തിനുണ്ട്. സീതാറാം യെച്ചൂരിക്ക് ഇല്ലാത്തത്. അതും ഒരു സാധ്യതയാണല്ലോ. അത്തരം സാധ്യതകൾ ഒരുപാടുണ്ട്. പക്ഷേ ഇപ്പൊ പ്രകാശ് കാരാട്ടിന്റെ കാര്യത്തിൽ തന്നെ, പ്രകാശ് കാരാട്ട് ഒരു സഭയിലും അംഗമായിരുന്നില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇനി സാധ്യതയില്ലേ എന്നുള്ള ചോദ്യത്തിന് ഇതേപോലെ തന്നെ വാഗ്മിയാണ്, അദ്ദേഹത്തിന് കാര്യങ്ങൾ സംസാരിക്കാൻ അറിയും എന്നതൊക്കെ ശരി. ഇതേപോലെ എന്നുള്ളതല്ല, ഇതിനോട് അടുപ്പിച്ച് തുടരുക. ശ്രീ NM പിയേഴ്സൺ, നോക്കൂ, ഇവിടെ 2 കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഒന്ന്, കോൺഗ്രസ് പിന്തുണയോടുകൂടി ജനറൽ സെക്രട്ടറി ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരാൻ പാടില്ല. 2, ജനറൽ സെക്രട്ടറി ആയിരിക്കെ പാർലമെന്റ് അംഗമാകുന്നത് കീഴ്വഴക്കമില്ല. അത് സംസ്ഥാന സെക്രട്ടറി ആയാലും ജനറൽ സെക്രട്ടറി ആയാലും. പക്ഷെ ഇതിന് 2നും മറുവാദമുണ്ട്. ഇത് കാലഘട്ടം മാറിപ്പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജനറൽ സെക്രട്ടറിയാണ് ഉചിതമായ സ്ഥാനാർത്ഥിയെങ്കിൽ ജനറൽ സെക്രട്ടറി തന്നെ രാജ്യസഭയിൽ പോയി CPMന്റെ വിലാസം ഉയർത്തിപ്പിടിക്കണം. 2, കോൺഗ്രസ് പിന്തുണയോടുകൂടി ബംഗാളിൽ നിന്ന് രാജ്യസഭയിലേക്ക് ജനറൽ സെക്രട്ടറി ആകണ്ട എന്ന് പറയുമ്പോൾ എത്രത്തോളം കഴമ്പുള്ള വിമർശനമാണത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസുമായി ചേർന്നാണ് മത്സരിച്ചതെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? അപ്പോൾ ഇക്കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം കേൾക്കുന്ന നമുക്കുണ്ടോ, പാർട്ടിക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിൽക്കട്ടെ. പാർട്ടിക്ക് തീർച്ചയായിട്ടും ആശയക്കുഴപ്പമുണ്ട്. നമുക്ക് ആ ആശയക്കുഴപ്പം മാറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയത്തെ അഭിസംബോധന ചെയ്യാനായിട്ടുള്ള തുറന്ന മനസ്സ് എല്ലാ വ്യക്തികൾക്കും, പ്രത്യേകിച്ച് BJP മുന്നോട്ട് വെക്കുന്നതായിട്ടുള്ള ഫാസിസ്റ്റ് വർഗീയ രാഷ്ട്രീയത്തിനെതിരെ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് ചിന്തിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരു ഏകീകരണത്തിന്റെയും ഐക്യത്തിന്റെയും പ്രസക്തി വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷെ CPM എന്തുകൊണ്ട് അത്തരത്തിൽ നിലപാടെടുക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്, അവരുടെ ജനറൽ സെക്രട്ടറി തന്നെ കോൺഗ്രസിന്റെ സഹായത്താൽ ഈ സഭയിലെത്തിയാൽ അതിനുള്ള മറുപടി പറഞ്ഞ് മിക്കവാറും വരാൻ പോകുന്നതായിട്ടുള്ള കാലം മുഴുവൻ തീർക്കേണ്ട ഗതികേട് അവർക്കുണ്ടാവും എന്നവർ കരുതുകയാണ് ചെയ്യുന്നത്. രാഷ്ട്രീയത്തെ വല്ലാത്ത തരത്തിലേക്ക് പുനഃസൃഷ്ടിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ആ പാർട്ടിയുടെ കീഴ്ഘടകങ്ങൾ പോലും പ്രാപ്തമല്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ സെക്രട്ടറി കോൺഗ്രസിന്റെ സഹായത്താലാണ് ഈ സഭയിലെത്തിയിരിക്കുന്നത് എന്ന വലിയ ആക്ഷേപം ഉന്നയിക്കുന്ന സമയത്ത് അതിന് മറുപടി പറയാൻ പോലും യഥാർത്ഥത്തില്
കേരളത്തിലെ പ്രത്യേകിച്ച് പ്രത്യയശാസ്ത്രപരമായ വലിയ ബോധവൽക്കരണമൊന്നും നേടിയെടുക്കാൻ കഴിയാത്തതായിട്ടുള്ള നമ്മുടെ പാർട്ടിയുടെ ആളുകൾക്ക് കഴിയില്ല എന്നതിനാണ് ഞാൻ വിശ്വസിക്കുന്നതും അതേപോലെ തന്നെ പാർട്ടി വിശ്വസിക്കുന്നതാണ് കണക്കാക്കുന്നത്. പാർട്ടി വല്ലാത്ത തരത്തിലേക്ക് പൊളിച്ചെഴുതി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തില് അതിന്റെ അണികളെ പ്രാപ്തമാക്കുന്ന ഒരു ഘട്ടത്തിൽ മാത്രമാണ് നമ്മൾ ഈ പറയുന്ന തരത്തിലുള്ള പുതിയ രാഷ്ട്രീയ സാധ്യതയിലേക്ക് അതിന്റെ അണികളെ എത്തിക്കാനായിട്ട് കഴിയുള്ളൂ. അങ്ങനെ കഴിയാത്തൊരു സാഹചര്യത്തിൽ ഉയർന്നു വന്നിരിക്കുന്നതായിട്ടുള്ള കൺഫ്യൂഷനാണ് ഈ രണ്ട് വിഷയത്തിനകത്ത് നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, പാർട്ടി ജനറൽ സെക്രട്ടറി ഒരു കാരണവശാലും പാർലമെന്ററി പ്രവർത്തന രംഗത്ത് കടന്നു വരാൻ പാടില്ല എന്ന് പറയുന്നതായിട്ടുള്ള ഇതുവരെ ഉണ്ടായിരുന്നതായിട്ടുള്ള അതിന്റെ രീതിശാസ്ത്രം. മറ്റൊന്ന്, കോൺഗ്രസുമായിട്ട് ബന്ധം പുലർത്തിക്കൊണ്ട് പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വത്തിലേക്കുന്ന പ്രത്യേകിച്ച് ജനറൽ സെക്രട്ടറി പോലെയുള്ള സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഒരു സഭയിലെയും കടന്നു ചെല്ലാൻ പാടില്ല എന്നായിട്ടുള്ള ഒരു വിശ്വാസം. ഈ രണ്ട് പ്രശ്നങ്ങളെയും കൃത്യമായിട്ടുള്ള രീതിയിൽ അഭിസംബോധന ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് കേരളം അടക്കമുള്ളതായിട്ടുള്ള പ്രദേശത്തെ സഖാക്കൾ അതിനെതിരെ നിലപാടെടുത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ലിസ് മാത്യുവിന് പിണറായി വിജയൻ നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് അദ്ദേഹത്തിന് ജനറൽ സെക്രട്ടറിയുടെ റോൾ ഇതിനായി വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല എന്നാണ്. ജനറൽ സെക്രട്ടറി എന്ന റോൾ വിട്ടുവീഴ്ച ചെയ്യാൻ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ജനറൽ സെക്രട്ടറി എന്ന പദവിയിലാണ് മുഴുവൻ ഊർജവും സീതാറാം യെച്ചൂരി ചെലവഴിക്കേണ്ടത് എന്ന നിലയിലാണ് പിണറായി വിജയൻ പറയുന്നത്. അതിന് സ്വാനുഭവം ചൂണ്ടിക്കാണിക്കുന്നു. ചടയം ഗോവിന്ദൻ്റെ നിര്യാണത്തിന് ശേഷം പാർട്ടി സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മന്ത്രിയായിരുന്നു പിണറായി വിജയൻ. ആ മന്ത്രിസ്ഥാനം രാജിവെച്ചുവെങ്കിൽ പോലും നിയമസഭാംഗത്തിൽ തുടരേണ്ടി വന്നു. പക്ഷേ ചില നിയമസഭയിലെ പ്രസംഗങ്ങളിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടപെടലുകളല്ലാതെ തനിക്ക് അതിനോട് പൂർണ്ണമായും നീതി പുലർത്താനായില്ല എന്നുള്ളത്. രാജ്യസഭ വേറൊരു സംവിധാനമാണ് എന്നും ആ രാജ്യസഭയിലൂടെ മാത്രമേ ഇന്നിപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ മാത്രമേ ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ന് CPM ഇടപെടാൻ കഴിയൂ എന്നുള്ളൊരു മറുചോദ്യം ഉണ്ടായില്ലേ? അതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് പുള്ളി മുഖ്യമന്ത്രി പറഞ്ഞതിനകത്ത് ഒരു ജനറൽ സെക്രട്ടറിയുടെ ജോലി എന്ന് പറയുന്നത് രാജ്യത്തുടനീളം സഞ്ചരിച്ച് പാർട്ടിയെ വളർത്തുക എന്നുള്ളതാണെന്നാണ്. ആ പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്. അതിനകത്തൊരു വിമർശനമുണ്ടോ? വിമർശനമുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഒരു ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഒരു ഡൽഹി ദർബാറിൽ ഒതുങ്ങി കൂടേണ്ട ആളല്ല. ഡൽഹിയിൽ അല്ലെങ്കിൽ ഇവിടെ രാജ്യസഭയിൽ പ്രസംഗങ്ങൾ പോലും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് ഡൽഹിയിൽ മാത്രമാണെന്ന ഒരു ധ്വനി ഉള്ളതുപോലെ എനിക്ക് തോന്നി. അതല്ല, ആ ജനറൽ സെക്രട്ടറി പാർട്ടി ഇല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി ഇല്ല. ജനറൽ സെക്രട്ടറിയുടെ ഒരു ഗ്ലോറി എന്ന് പറയുന്നത് ഒരു പാർട്ടിയുടെ എത്രമാത്രം ശക്തം ആകുന്നതിലൂടെയാണ് എന്നുള്ള ഒരു എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ. ദില്ലി ദർബാറിൽ മാത്രമായി സീതാറാം ഒതുങ്ങിപ്പോകുന്നു എന്നുള്ള ഒരു വിമർശനം പാർട്ടി സർക്കിളിലുണ്ടോ? അതാണോ റിഫ്ലക്ട് ചെയ്തത് CM-ന്റെ വാക്കുകളിലൂടെ? സ്വാഭാവികമായിട്ടും ഈ രാജ്യസഭയിൽ അദ്ദേഹത്തിന്റെ ശബ്ദം ഉയർന്ന അതിനോട് ഒരു വലിയ വിഭാഗത്തിന് തന്നെ അതിൽ സീതാറാം വേണമെന്ന് വാദിക്കുന്നവരുണ്ട്. അതേസമയം തന്നെ ഈ രാജ്യസഭയിലെ ശബ്ദം കൊണ്ട് മാത്രം പാർട്ടിയുടെ വളർച്ച, അതായത് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹം ഊന്നൽ കൊടുക്കേണ്ടത് പാർട്ടിയുടെ വളർച്ചയ്ക്കാണെന്നും അതിനെ ശക്തിപ്പെടുത്തുന്നതിലൂടെ ആണ് പാർട്ടിയും അദ്ദേഹവും വളരുകയും ചെയ്യുകയുള്ളൂ എന്ന ഒരു വലിയ ഒരു പാർട്ടിയിൽ പ്രത്യേകിച്ച് കേരള ഘടകത്തിന് അഭിപ്രായമുണ്ട്. അതാണ് അദ്ദേഹം റിഫ്ലക്ട് ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നിയത്. ദയവായി തുടരുക. ശ്രീ ഭാസുരേന്ദ്ര ബാബു, സീതാറാമിന്റെ കാര്യത്തിൽ അദ്ദേഹം ദില്ലിയിൽ നിന്ന് കൊൽക്കത്തയിലേക്കും കൊൽക്കത്തയിൽ നിന്ന് ത്രിപുരയിലേക്കും അവിടെ നിന്ന് അഗർത്തലയിലേക്കും അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്കും മാത്രമായി ചുരുങ്ങുന്ന ഒരു ജനറൽ സെക്രട്ടറി ആയി പോയിട്ടുണ്ടോ? അല്ല, അതിനകത്ത് ഈ എവിടെ എത്ര യാത്ര ചെയ്യണം യാത്ര ചെയ്യേണ്ട എന്നതിനപ്പുറത്ത് സൈദ്ധാന്തികമായൊരു ഉള്ളടക്കം കൂടിയുണ്ട് നികേഷ്. അതിനകത്ത് നമുക്കറിയാമല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പലപ്പോഴും അതിന്റെ അംഗങ്ങളെ അഭ്യസിപ്പിക്കുന്നത് പാർലമെന്ററിസത്തിന് എതിരായൊരു നിലപാടെടുത്തുകൊണ്ടാണ്. പാർലമെന്റിനെ സംബന്ധിച്ച് അവരുടെ സങ്കല്പവും അങ്ങനെ തന്നെയാണ്. അത് ആത്യന്തികമായ ഒരു അവസ്ഥയൊന്നുമല്ല കമ്മ്യൂണിസ്റ്റുകൾക്ക് അവരുടെ സിദ്ധാന്തം അനുസരിച്ച്. ഞാൻ ഉദാഹരണം പറയാം. അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ടുപിറകെ സുന്ദരയ്യയ്ക്ക് ശേഷം സെക്രട്ടറി ആയിട്ട് വന്നത് EM ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. EMS ആവർത്തിച്ച് ഇരുന്നു. 2 തവണയൊന്നുമല്ല, അതിൽക്കുള്ളിരുന്നു. ഇരിക്കുന്ന സമയത്ത് പലപ്പോഴും അദ്ദേഹത്തിന്റെ പാർലമെന്ററി അതിന്റെ പശ്ചാത്തലം കണക്കിലെടുത്തുകൊണ്ട്, പരിചയം കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹത്തിനെ പാർലമെന്റിലേക്ക് അയക്കാൻ പാർട്ടി ശ്രമിച്ചതാണ്. ഒരു ഘട്ടത്തിലും EMS അതിന് തയ്യാറായില്ല.
തയ്യാറാകാതിരിക്കുന്നതിന് കാരണം ഈ പാർലമെന്ററിസ്റ്റിനെതിരെ ഫൈറ്റ് ചെയ്യുക എന്ന ഒരു വലിയൊരവസ്ഥ, വലിയൊരു ഉത്തരവാദിത്വം ഈ സെക്രട്ടറി എന്ന് പറയുന്ന സ്ഥാനത്തിനുണ്ട്. അങ്ങനെ ഒരു സൈദ്ധാന്തിക പ്രശ്നം കൂടി ഇതിൽ ഇൻവോൾവ് ആണ്. കേവലം അതാണ് വർക്ക് എന്നുള്ള നിലയ്ക്കല്ല, സഞ്ചാരത്തിന്റെ കാര്യവുമല്ല, മറിച്ച് സഞ്ചാരം മാത്രമല്ല ശ്രീ സുരേന്ദ്ര ബാബു, ഈ പാർട്ടി അനുദിനം ക്ഷീണിച്ചു വരികയാണ്. ഈ പാർട്ടി ഹിന്ദി ബെൽറ്റിൽ തീർത്തും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്, ഉള്ളിടത്ത് തന്നെ ശോഷിച്ചു വരികയാണ്. നോക്കൂ, ഇന്നിപ്പം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഉള്ള ഇടങ്ങൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ചില പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ അതില്ലാത്തൊരു സാഹചര്യം പോലും ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. അവിടെയാണ് നേരത്തെ ലിസ്റ്റ് പറഞ്ഞതുപോലെ പാർട്ടി കെട്ടിപ്പടുക്കുക എന്ന ഉത്തരവാദിത്തം കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് സീതാറാം യെച്ചൂരിയിൽ ഏൽപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ആ ഉത്തരവാദിത്തത്തിനപ്പുറത്തേക്ക് ഈ ദർബാറുകളിൽ മാത്രമായി ചുരുങ്ങുന്ന ജനറൽ സെക്രട്ടറി എന്ന തോന്നൽ ചില PBCC അംഗങ്ങൾക്കുണ്ടോ? താങ്കൾ സൂചിപ്പിച്ചത് വളരെ ശരിയായ ഒരു കാര്യമാണ്. ഒരു 10 വർഷം മുമ്പുണ്ടായിരുന്ന പ്രസക്തി പോലും സംഘടനാപരമായി ഇപ്പോൾ CPM-ന് അഖിലേന്ത്യാ നിലവാരത്തിലില്ല. പക്ഷേ രാഷ്ട്രീയ ഉത്തരവാദിത്തങ്ങളുടെ നിർവഹണത്തിന്റെ കാര്യത്തിൽ അതിലെത്രയോ വലിയ ഉത്തരവാദിത്വമാണ് ചരിത്രത്തിന്റെ മുന്നിൽ ഇവർക്ക് മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ഒരുപക്ഷെ CPM ആയിരിക്കും ഒരു പാർട്ടി കേന്ദ്ര കമ്മിറ്റി പാർട്ടിയുടെ ഓഫീസ് തന്നെ ആക്രമിക്കപ്പെടുന്ന രീതിയിൽ ആദ്യമായി ആ നിലയ്ക്കുള്ള ആക്രമണങ്ങൾക്ക് പോലും ശരവ്യമായിരിക്കുന്നത്. ഉത്തരവാദിത്വങ്ങൾ വളരെ വലുതാണ്. താങ്കൾ സൂചിപ്പിച്ച അതേ കാരണം കൊണ്ട് ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ആ പ്രദേശങ്ങളിൽ പാർട്ടി കെട്ടിപ്പടുക്കുക എന്ന വലിയ ഉത്തരവാദിത്വം ജനറൽ സെക്രട്ടറിക്ക് ഉള്ളത് കൊണ്ട് അദ്ദേഹം അങ്ങോട്ട് സഞ്ചരിക്കുകയല്ലേ അടുത്തുള്ള പാർലമെന്റിലേക്ക് സഞ്ചരിക്കുന്നതിനേക്കാൾ ഒരു സംഘാടകൻ എന്നുള്ള നിലയിൽ സീതാറാം യെച്ചൂരിയുടെ പിഴവുകൾ പിണറായി വിജയൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ എന്നാണ് നാം ചർച്ച ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റൊരു സംഘാടനം നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്നുണ്ട്. ശ്രീ NK പ്രേമചന്ദ്രൻ, നോക്കൂ, നിതീഷ് കുമാർ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നിന്ന് പ്രതിപക്ഷ കൂട്ടായ്മയിൽ നിന്ന് ഒഴിഞ്ഞു പോയപ്പോൾ അതിനെ ജെല്ല് ചെയ്ത് നിർത്തിയത്, ഈ 18-നെ ജെല്ല് ചെയ്ത് നിർത്തിയത് സീതാറാം യെച്ചൂരി ആയിരുന്നു. സോണിയാഗാന്ധിക്ക് വയ്യ, ഏതാണ്ട് അവർ രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി വിദേശത്താണ്, അദ്ദേഹത്തിന് സമയമില്ല ഇവിടെ എത്താൻ. അപ്പോൾ നമ്മൾ കണ്ട മുഖം സീതാറാം യെച്ചൂരിയുടേതാണ്. ശരിയാണ്, സംഘടനാപരമായി CPM-നെ കെട്ടുറപ്പോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവുക, കൂടുതൽ ആഴങ്ങളിലേക്ക് അതിൻ്റെ വേരുകൾ താഴ്ത്തുക എന്നുള്ളതൊക്കെ ജനറൽ സെക്രട്ടറിയിൽ നിക്ഷിപ്തമായ കാര്യമാണ്. പക്ഷേ അതിനേക്കാളോ അല്ലെങ്കിൽ അതിനോടൊപ്പമോ പ്രധാനപ്പെട്ട മറ്റൊന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെ BJP-ക്കെതിരായി അണിനിരത്തുക എന്നുള്ളതാണ്. ആ കൃത്യം നിർവഹിക്കാൻ എത്രത്തോളം കഴിഞ്ഞിട്ടുണ്ട് സീതാറാം യെച്ചൂരിക്ക്? അല്ല, സീതാറാം യെച്ചൂരി CPM-ന്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ, പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് എന്ന നിലയിൽ ആ രംഗത്ത് വലിയ സംഭാവന നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഒരുപക്ഷെ അത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ഒരു കേവലമായിട്ടുള്ള പോരായ്മയാണ്. കാരണം ഇപ്പോ ഈ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ തന്നെ ഒരുപക്ഷെ ആദ്യമേ തന്നെ ഈ തരത്തിലൊരു തന്ത്രപരമായിട്ടുള്ള നീക്കം നടത്തി മീരാകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ സ്ഥിതിഗതികൾ വ്യത്യസ്തമാകുമായിരുന്നു. ആ കാര്യത്തിൽ CPM-ന്റെ ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു വന്ന വീഴ്ചയല്ല, പല കാരണങ്ങളുണ്ട്. ഞാൻ ആ കാരണങ്ങളിലേക്ക് ഇപ്പൊ പോകുന്നില്ല. എന്നാൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലൊരു അപജയം വന്നപ്പോൾ മുൻകൂട്ടി കണ്ടറിഞ്ഞുകൊണ്ട് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നേതൃപരമായ ഇടപെടലുകൾ നടത്തിയത് സീതാറാം യെച്ചൂരിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇവിടെ ഇപ്പൊ പ്രധാനപ്പെട്ട പ്രശ്നം ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രീയത്തിന്റെ ഐക്യം ദേശീയ തലത്തിൽ രൂപപ്പെടേണ്ടുന്ന ഒരു പൊതു സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി പാർലമെന്റിലേക്കില്ല എന്ന നയപരമായ നിലപാട് CPM സ്വീകരിക്കുന്നത് തന്നെ പരോക്ഷമായി BJP-യെ സഹായിക്കാനും BJP-യെ ശാക്തീകരിക്കാനും മാത്രമേ ഉപകരിക്കൂ. നമുക്കറിയാം, പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ വ്യക്തമായി പ്രകടമായി ഐക്യത്തോടുകൂടി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ഇടതു മുന്നണിയിൽ ഉണ്ടായിരുന്ന ഘടക പാർട്ടികൾക്ക് പോലും സീറ്റുകൾ കൊടുക്കാതെ കോൺഗ്രസുമായി ധാരണയുണ്ടാക്കിക്കൊണ്ട് CPM അവിടെ മത്സരിച്ചു. അതിൻ്റെതായിട്ടുള്ള തിക്തഫലങ്ങൾ, അതിന്റെ പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ചൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അങ്ങനെ അതുപോലെ സോംനാഥ് ചാറ്റർജിയെ ലോക്സഭയുടെ സ്പീക്കറായി CPM-ന്റെ അറിയപ്പെടുന്ന കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള അദ്ദേഹം കോൺഗ്രസിന്റെ കൂടി പിന്തുണയോടുകൂടി സ്പീക്കറായി. അപ്പൊ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വിശകലനം ഇത്തരം വിഷയങ്ങളിൽ നൽകുന്നത് യുക്തിസഹമല്ല. സംഘടനാപരമായി CPM പറയുന്നതിനോട് ഞാൻ 100% യോജിക്കുന്നു. അവരുടെ പാർട്ടി സംഘടനാ കെട്ടുറപ്പ്, അച്ചടക്കം, കീഴ്വഴക്കം, അവർ സ്വീകരിച്ചു പോന്നിട്ടുള്ള നിലപാടുകളൊക്കെ പരിശോധിക്കുമ്പോൾ സംഘടനാ രംഗത്ത് നിൽക്കുന്നവർ പലപ്പോഴും പാർലമെന്ററി രംഗത്തേക്ക് വരാറില്ല. അല്ലെങ്കിൽ പാർലമെന്ററി രംഗം ഉപേക്ഷിച്ചിട്ട് വേണം സംഘടനാ രംഗത്ത് വരാൻ. അത് പാർട്ടി തുടരുന്ന ഒരു പൊതു സമീപനമെന്ന ന്യായം യുക്തിസഹമാണ്.
തീർച്ചയായും ന്യായീകരിക്കാവുന്നതാണ്, ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി അവര് സ്വമേധയാ തന്നെ അപ്പൊ എത്രയോ മെച്ചപ്പെട്ട ഒരു സമീപനമാണ് മതേതര ജനാധിപത്യ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി CPM-നെ പോലെ ഒരു പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയെ രാജ്യസഭയിലേക്ക് അയക്കാമെന്ന് ഉള്ളു തുറന്ന് ആത്മാർത്ഥമായി കോൺഗ്രസ് ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി വേണ്ട എന്ന നിലപാട് സ്വീകരിക്കുന്നത് ഒരിക്കലും യുക്തിസഹമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഇപ്പോഴല്ല. പക്ഷേ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നോക്കൂ, 2019 കൊല്ലത്ത് താങ്കളുടെ പ്രചരണത്തിൽ CPM പങ്കെടുക്കുമ്പോൾ പ്രധാനമായും RSPക്കാരനായ ഇടതുപക്ഷക്കാരനായ താങ്കൾ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി മത്സരിക്കുന്നു എന്നതിനെ വിമർശിക്കാൻ CPM-ന് കഴിയില്ല. താങ്കൾ തന്നെയായിരിക്കും, അല്ലെങ്കിൽ നിരവധി തവണ, അതിപ്പോൾ MV രാഘവൻ ആയിക്കോട്ടെ, KR ഗൗരിയമ്മ ആയിക്കൊള്ളട്ടെ, ഇപ്പോൾ RSP ആയിക്കോട്ടെ, G ദേവരാജന്റെ 4 ബ്ലോക്ക് ആയിക്കൊള്ളട്ടെ, ഇവരൊക്കെ എടുക്കുന്ന നിലപാടിനെ വിമർശിക്കാനുള്ള കരുത്ത് CPM-ന് ഉണ്ടാകണമെങ്കിൽ ഇത്തരത്തിലുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള മുന്നോട്ട് പോക്ക് തന്നെയല്ലേ അതിന് അഭികാമ്യം? ഒരിക്കലുമല്ല. അതാണ് ഞാൻ വീണ്ടും പറയുന്നത്. പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിന്റെയും അടിസ്ഥാനത്തിലല്ല CPM ഈ കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കന്യാകുമാരി ജില്ലയിൽ സുർജിത് സിംഗും പ്രകാശ് കാരാട്ടും ഉൾപ്പെടെയുള്ളവർ വന്ന് കന്യാകുമാരി ജില്ലയിൽ നാഗർകോവിൽ പാർലമെന്റ് സീറ്റിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് എന്തിനിപ്പോ ബംഗാളിൽ തന്നെ അത് ഞാൻ പറയുന്നത്. പക്ഷെ ജനറൽ സെക്രട്ടറി ആകുമ്പോൾ അതൊരു മാസ്കറ്റാണ് അല്ലെ, അതൊരു ബിംബമാണ്. ജനറൽ രാജ്യസഭയിലേക്കുള്ള നോമിനേഷൻ എന്ന് പറയുമ്പോൾ അതൊരു പൊളിറ്റിക്കൽ കണ്ടസ്റ്റ് ആണ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. മാത്രമല്ല ഇപ്പോഴത്തെ ഇന്ന് സ്ഥാനമൊഴിഞ്ഞ രാഷ്ട്രപതി പ്രണബ് മുഖർജി എത്ര തവണ കോൺഗ്രസും CPM-ഉം തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ രാജ്യസഭയിൽ എത്തിച്ചിട്ടുണ്ട് CPM-ന്റെ തന്നെ പിന്തുണയോടുകൂടി. പക്ഷേ ആ നിലയിലുള്ള വിലയിരുത്തലുകളാണ് വരിക. തുടരുക ദയവായി. G ദേവരാജൻ, അടുത്ത ദിവസം മമതാ ബാനർജി സോണിയാഗാന്ധിയെ കാണാൻ പോവുകയാണ്. അതായത് കോൺഗ്രസ് തൃണമൂൽ ബന്ധം മെച്ചപ്പെടുന്നു എന്ന സൂചന. ബംഗാളിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടിയാണ് തോന്നുന്നത് ഒരു 10-60-ലധികം സീറ്റുകൾ രണ്ടുപേരും കൂടെ വാങ്ങിയിട്ടുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂലിനോടൊപ്പം കോൺഗ്രസ് പോകാനുള്ള സാധ്യത, കാരണം ദേശീയ തലത്തിൽ ഏറ്റവും കുറഞ്ഞത് കോൺഗ്രസും തൃണമൂലും യോജിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതിനെയൊക്കെ തന്നെയും ഒരു പ്രസൻസ് കൊണ്ട്, മനുഷ്യനെ കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുമെങ്കിൽ അതിന് യെച്ചൂരി വേണം. ഇപ്പോഴും കഴിയും ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ. പക്ഷേ പാർലമെൻറ്റ് അംഗത്വം അതിനൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. എന്താണ് സംഭവിക്കാൻ പോവുക? ബംഗാൾ രാഷ്ട്രീയത്തിൽ എന്താണ് ഇനി സംഭവിക്കാനിരിക്കുന്നത്? നികേഷ്, രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഈ മമതാ ബാനർജി അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് വരും ദിവസങ്ങളിൽ ആരുമായിട്ടാണ് സഖ്യമുണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ ഒരു സമയമാകുമ്പോൾ നമുക്ക് വ്യക്തമാവുന്ന ഒരു ചിത്രമാണ്. അത് വളരെ ഹൈപ്പോത്തിക്കേറ്റഡായ ഒരു വിഷയമാണ്. രണ്ട്, നമ്മളിവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കിയത് ശ്രീ സീതാറാം യെച്ചൂരി പാർട്ടി ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ രാജ്യസഭയിലേക്ക് പോകണോ, രണ്ട്, അദ്ദേഹം കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി പോകണോ എന്നുള്ളതാണ്. അദ്ദേഹം ജനറൽ സെക്രട്ടറിയുടെ സ്ഥാനത്തിരുന്നു കൊണ്ട് അദ്ദേഹം പാർലമെന്ററി പൊളിറ്റിക്സിലേക്ക് പോയാൽ അദ്ദേഹത്തിന്റെ ചുമതലകൾ പൂർണ്ണമായി നിർവഹിക്കാൻ കഴിയില്ല എന്നാണ്. ഞാനും ഒരു ഇടതുപക്ഷ പാർട്ടിയുടെ പ്രവർത്തകനാണ്. ഞങ്ങളുടെ പാർട്ടിയിൽ അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളിൽ നേതാക്കന്മാരെ പറ്റി പറയുന്നത് എന്താണ്? ജനറൽ സെക്രട്ടറിയെ പറ്റി പറയുന്നത് ഫസ്റ്റ് എമംഗ് ദ ഈക്വൽസ് എന്നാണ്. തുല്യരില് പ്രഥമൻ എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ആളുകളും പോളിറ്റ് ബ്യൂറോയിലെ അംഗങ്ങൾ, സെക്രട്ടേറിയറ്റിലെ അംഗങ്ങൾ ഒക്കെ തന്നെ തുല്യരാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് അമിതമായിട്ടുള്ള ഏതെങ്കിലും പ്രത്യേക അധികാരമോ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഏതെങ്കിലും പ്രത്യേക പശ്ചാത്തലമോ ഒന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. ഇത് നമുക്ക് ഉദാഹരണ സഹിതം സ്ഥാപിക്കാവുന്നതേ ഉള്ളൂ. പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു? ഡോക്ടർ സൂര്യകാന്ത് മിശ്ര. പാർട്ടി സെക്രട്ടറി ആരായിരുന്നു? സൂര്യകാന്ത് മിശ്ര. അപ്പൊ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സൂര്യകാന്ത് മിശ്ര തന്നെയാണ് അവിടെ പ്രതിപക്ഷ നേതാവായിരുന്നത്. അപ്പോൾ ആ പാർട്ടി സെക്രട്ടറിക്ക് അവിടെ മത്സരിക്കുന്നതിനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുമല്ലോ ഉണ്ടായിരുന്നു? ഒന്നും ഉണ്ടായില്ല. ഇനി കോൺഗ്രസിന്റെ പിന്തുണയോട് കൂടിയിട്ടാണ് മത്സരിക്കുന്നത് എന്നുള്ളൊരു ആക്ഷേപമാണെങ്കിൽ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി ഫസ്റ്റ് എമംഗ് ദ ഈക്വൽസ് മാത്രമല്ല, എത്രയോ ഈക്വൽസ് അവിടെ വന്നിരിക്കുന്നു. ആന്ധ്രാപ്രദേശിൽ നിന്ന് സഖാവ് P. മധു എങ്ങനെയാണ് രാജ്യസഭയിലെത്തിയത്? തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു CPM-ന്റെ MP കഴിഞ്ഞ പ്രാവശ്യം രാജ്യസഭയിലെത്തിയത് എങ്ങനെയാണ്? ആരുടെ പിന്തുണയോട് കൂടിയിട്ടാണ്? ആന്ധ്രാപ്രദേശിൽ P. മധുവിന് പകരം അവിടെ കോൺഗ്രസ് ഒരു സീറ്റ് ദേവരാജൻ, ആന്ധ്രാപ്രദേശും തമിഴ്നാട്ടിലെയും പാർട്ടി സെക്രട്ടറി ഉത്തരവാദിത്തമല്ലല്ലോ ദേശീയ തലത്തിൽ CPM-ന്റെ ജനറൽ സെക്രട്ടറിയുടെ ഉത്തരവാദിത്തം. കേരളത്തിൽ പിണറായി വിജയൻ തന്നെ ചൂണ്ടിക്കാണിച്ച സംസ്ഥാന സെക്രട്ടറിയുടെ ഉത്തരവാദിത്തം. പശ്ചിമ ബംഗാളിലെ സെക്രട്ടറി മോശമാണോ? പശ്ചിമ ബംഗാൾ തകർന്നു കഴിഞ്ഞതിന് ശേഷമാണ്, അതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. സൂര്യകാന്ത് മിശ്ര CPM തകർന്നു കഴിഞ്ഞതിന് ശേഷം വേറൊരു മുഖം അവിടെ പ്രതിഷ്ഠിക്കാനില്ലാത്തൊരു സാഹചര്യം, ആ സാഹചര്യത്തെ വെല്ലുവിളിയോടെ സൂര്യകാന്ത് മിശ്ര നേരിടുകയായിരുന്നു. അല്ല, അത്തരം ഒരു സാഹചര്യം തന്നെ അവർക്ക് ഇപ്പൊ ദേശീയ തലത്തിലും ഇല്ലേ?
ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചവരൊക്കെ പറഞ്ഞ എന്താ? ദേശീയ തലത്തിൽ CPM-ന്റെ സാഹചര്യം എന്താ? ശ്രീ ഭാസുരേന്ദ്രബാബു തന്നെ പറഞ്ഞു, 10 വർഷത്തിന് മുമ്പുണ്ടായിരുന്ന ഒരു മുൻകൈയോ അല്ലെങ്കിൽ ഒരു പ്രസക്തിയോ ഇന്ന് CPM-ന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു പൊതുവായ ചിത്രം നമ്മുടെ മുമ്പിലുണ്ട്. എന്നാലും രണ്ട് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളുണ്ട്. നോക്കൂ, നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളെല്ലാം തന്നെയും CPM-ന് അനുകൂലമാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ് കേരളത്തിൽ. പറ്റിയാൽ 10-ൽ കൂടുതൽ സീറ്റ് വാങ്ങിയെടുക്കാൻ കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു ഭൂരിപക്ഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് എങ്കിൽ ദേശീയ തലത്തിൽ ഇപ്പോഴും നിവർന്നു നിൽക്കാൻ കഴിയുന്ന പാർട്ടി തന്നെയാണ് CPIM അല്ലെങ്കിൽ ഇടതുപക്ഷം. കോൺഗ്രസ് ഗവൺമെന്റുകളെ പിന്തുണച്ചിട്ടുള്ള സന്ദർഭത്തിൽ, ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ് ഗവൺമെന്റുകളെ ഇടതുപക്ഷം പിന്തുണച്ചിട്ടുള്ള സന്ദർഭങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്ത് നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നിട്ടില്ലേ? VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാവുന്ന സന്ദർഭത്തിൽ കേന്ദ്രത്തിൽ ആരായിരുന്നു അധികാരത്തിൽ? ഗോപി, ദേശാഭിമാനി ലേഖകൻ, കൊൽക്കത്തയിലെ ഗോപി, അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഞാൻ നേരത്തെ ദേവരാജനോട് ചോദിക്കുകയായിരുന്നു. മമതാ ബാനർജി സോണിയാഗാന്ധിയെ വീണ്ടും ചെന്ന് കാണാൻ പോകുന്നു എന്നാണ്. ഈയിടെ മമത സോണിയ കൂടിക്കാഴ്ച ശ്രദ്ധേയമായിരുന്നു. പഴയ വിരോധമൊന്നും തൃണമൂൽ കോൺഗ്രസ് ബന്ധത്തിൽ കാണുന്നില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം ബംഗാളിൽ എങ്ങനെയെങ്കിലും കോൺഗ്രസിനെ കൂടെ നിർത്തണം എന്നൊരു സാഹചര്യം CPM-ൽ ഇടതുപക്ഷത്ത് ഉരുത്തിരിഞ്ഞു വരുന്നുണ്ടോ? അല്ല, ഇതിപ്പോ മമതാ ബാനർജിയെ സംബന്ധിച്ച് ബംഗാളിലെ കോൺഗ്രസിനെ കുറേശ്ശെ അടർത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവര് കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തോട് ചേർത്ത് കോൺഗ്രസ് 44 സീറ്റ് കിട്ടിയതിൽ ഇന്നലെ തന്നെ 8 MLA-മാര് തൃണമൂലിലേക്ക് പോയി കഴിഞ്ഞു. അതിലൊരാളാണ് മനസൂയ, പഴയ അവശിഷ്ട കോൺഗ്രസിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. അവശിഷ്ട കോൺഗ്രസിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. അല്ല, അവശിഷ്ട കോൺഗ്രസ് എത്ര അവശേഷിക്കും എന്നുള്ളത് തന്നെ ഇപ്പൊ സംശയമാണ്. ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ എത്ര അംഗങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നുള്ളത് തന്നെ ഇപ്പൊ സംശയമായിട്ട് വന്നിരിക്കുകയാണ്. 2016-ൽ കോൺഗ്രസിനെ വേണ്ടി വന്നു CPIM-ന്, എന്നിട്ട് പോലും CPM-നേക്കാൾ കൂടുതൽ നിയമസഭാ സീറ്റുകൾ നേടിയെടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. അല്ല, അതിന്റെ കണക്കുകള് കോൺഗ്രസിന് എത്ര കിട്ടി എന്നുള്ളതിനെ പറ്റി ഒരുപക്ഷെ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തില് മമത നടത്തിക്കൊണ്ടിരുന്ന പുതിയ സാഹചര്യം എന്താണ് ശ്രീ ഗോപി? പുതിയ സാഹചര്യം എന്താണ്? കോൺഗ്രസിന് ഏതെങ്കിലും അവിടുത്തെ ഒരു ലോക്കൽ പൊളിറ്റിക്സ് അറിയില്ലല്ലോ നമുക്ക്. ലോക്കൽ പൊളിറ്റിക്സിൽ തൃണമൂലിനും കോൺഗ്രസിനും യോജിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമോ? അല്ല, കോൺഗ്രസിൽ ഒരു വിഭാഗം തൃണമൂലിലെ മമതയെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. പ്രത്യേകിച്ച് PCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം, അനിൽ ചൗധരിയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം ശക്തമായിട്ട് മമതയെ എതിർക്കുന്നുണ്ടെന്നുള്ളതിന് സംശയമില്ല. പക്ഷേ കോൺഗ്രസിന്റെ തന്നെ ഒരു ഭാഗം ഇപ്പോഴും മമതയോട് ബന്ധം പുലർത്തുന്നത്. അതുകൊണ്ടാണ് കുറേശ്ശെ മമതയെ ഒരു കാലത്ത് ശക്തമായിട്ട് എതിർക്കുന്ന ശങ്കർ സിംഗ് ഒരിക്കലും കോൺഗ്രസിന് തൃണമൂലുമായിട്ട് യോജിച്ചില്ലെന്ന് വിചാരിച്ച ശങ്കർ സിംഗ് അടുത്ത കാലത്ത് MLA ആണ്. അദ്ദേഹം തൃണമൂലിലേക്ക് പോയി കഴിഞ്ഞു. അങ്ങനെ ഓരോ അടുത്തടുത്ത MLA-മാർ ഇങ്ങനെ കുറേശ്ശെ തൃണമൂലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്പർ 1. അടുത്തത്, മമതയും സോണിയാഗാന്ധിയും തമ്മിൽ അടുത്തൊരു ബന്ധത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ മമത തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, ഇവിടുത്തെ തൃണമൂൽ നേതാക്കന്മാരോടുള്ള യോഗത്തിൽ അവർ പറഞ്ഞിരുന്നു, കോൺഗ്രസിന്റെ കാര്യം യു ഡോണ്ട് ബോദർ, ലീവ് ഇറ്റ് ടു മീ എന്ന് പറഞ്ഞാൽ ഞാൻ കൈകാര്യം ചെയ്തോളാം, നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കേണ്ട എന്നുള്ളതാണ് മമത ഇവിടുത്തെ തൃണമൂൽ നേതാക്കന്മാരെ അറിയിച്ചിരിക്കുന്നത്. നിങ്ങൾ അക്കാര്യത്തിൽ ഇടപെടേണ്ട, ഞാൻ തന്നെ കൈകാര്യം ചെയ്തുകൊള്ളാം. സോണിയാഗാന്ധിയായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കോൺഗ്രസിന്റെ ബംഗാളിലെ നിലനിൽപ്പ് ഓരോ ദിവസം കഴിയുന്നിടത്തോളം എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത് ഇപ്പൊ ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട്. അതായത് മമത ഇനി കോൺഗ്രസിനെ ഒപ്പം കൂട്ടിയാലും തനിക്കാക്കി വെടക്കാക്കി അല്ലെങ്കിൽ വിഴുങ്ങാനേ സാധ്യതയുള്ളൂ എന്നാണ്. ഒരു രാഷ്ട്രീയ കക്ഷിയായി കൂടെ നിർത്തിക്കൊണ്ടൊന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല. കേരളത്തിൽ CPM CPI കൊണ്ടു നടക്കുന്ന പോലെയൊന്നും അങ്ങനെ മമത കോൺഗ്രസിനെ കൊണ്ടു നടക്കില്ല. അല്ല, കോൺഗ്രസിന്റെ ഇപ്പോഴും കൊണ്ട് നടക്കില്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ആളുകളെ അടർത്തി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്തകളും അത് തന്നെയാണ് സൂചന നൽകുന്നത്. ശ്രീ NM പിയേഴ്സൺ, ബംഗാളിൽ ഇതാണ് സ്ഥിതി. ബംഗാളിൽ മമത ഇപ്പോൾ ഭയക്കുന്നത് CPM-നെ അല്ല, മമത ഭയക്കുന്നത് BJP ആണ്. അതുകൊണ്ടാണ് ദേശീയ തലത്തിൽ മമതയ്ക്ക് സോണിയാഗാന്ധിയെ ആവശ്യമായി വരുന്നത്. ത്രിപുരയിലും സ്ഥിതി വ്യത്യസ്തമല്ല. ത്രിപുരയിലും തൃണമൂലുണ്ട് എങ്കിലും തൃണമൂലിനെ BJP വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസ്സുകാർ കോവിന്ദിന് വോട്ട് ചെയ്ത് അദ്ദേഹത്തെ രാഷ്ട്രപതിയാക്കാൻ തുനിഞ്ഞത്.
അപ്പോൾ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അവിടെയാണ് ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിലുള്ള ഇടപെടൽ പിണറായി വിജയൻ ആഗ്രഹിക്കുന്നത്. ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് ദില്ലിയിലെ ചില രാഷ്ട്രീയ കോക്കസുകളിൽ മാത്രമായി ഇടപഴകേണ്ട ആളുകളല്ല. സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോവുക, ശരത് യാദവുമായി കൂടിക്കാഴ്ച നടത്തുക, എന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തും വർത്തമാനം പറയുക എന്നുള്ളതല്ല. അതിനപ്പുറത്തേക്കുള്ള വലിയ റോൾ, ആ വലിയ റോൾ നിർവഹിക്കാൻ സീതാറാം യെച്ചൂരി തയ്യാറാകണം എന്നാണ് ഇന്ന് ലിസ് മാത്യുവിന് ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ പിണറായി വിജയൻ തുറന്നടിച്ചിട്ടുള്ളത്. അതല്ലേ ശരി? ഏത് രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ രാഷ്ട്രീയ പാർട്ടിയുടെ നിലനിൽപ്പ്, അവരുടെ ഐഡന്റിറ്റി വളരെ വ്യക്തമായിട്ടുള്ള രീതിയിൽ സമൂഹത്തിൽ സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം രൂപപ്പെടുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ബംഗാളിൽ ഇപ്പോൾ മമതയ്ക്ക് എതിരാളികളായിട്ട് BJP വരുന്നതെന്ന് ചോദിച്ചാൽ, മമതയ്ക്കെതിരായിട്ടുള്ള രാഷ്ട്രീയത്തെ സ്വരൂപിച്ചെടുക്കുന്നതിൽ BJP ആണ് അവിടെ മുൻപന്തിയിലേക്ക് വരുന്നത്. CPM-ന് പോലും ഒന്നും കഴിയുന്നില്ല എന്നുള്ളതാണ്. വലിയ തരത്തിൽ വർഗീയ കലാപം, CPM-ന്റെ ഭരണകാലഘട്ടത്തിൽ ഒരിക്കൽ പോലും കേൾക്കാത്ത തരത്തിലുള്ള വർഗീയ കലാപം അഴിച്ചുവിടപ്പെടുന്ന സാഹചര്യത്തിൽ ആ വർഗീയ കലാപത്തിനെതിരെ വലിയ പോരാട്ടം നടത്തുക എന്ന് പറയുന്ന ഉത്തരവാദിത്തമാണ് CPM എന്ന് പറയുന്നതായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബംഗാളിലുള്ളത്. അത് നിർവഹിക്കാനായിട്ട് കഴിയാതെ പോകുന്നിടത്താണ് ആ പാർട്ടി അപ്രസക്തമായി തീരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ആളുകളോട് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞ് രാഷ്ട്രീയം ഉണ്ടാക്കാം എന്ന് പറയുന്നതിൽ ഒരു കഥയുമില്ല. സ്വാഭാവികമായിട്ടും പിണറായി വിജയന്റെ അത്തരത്തിലുള്ള നിരൂപണത്തിനും വിമർശനത്തിനും വളരെയധികം പ്രസക്തിയുണ്ട്. തർക്കമില്ലാത്തൊരു കാര്യം തന്നെയാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ കേന്ദ്രീകൃതമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയും ഈ രാജ്യത്ത് എവിടെയാണോ CPM-ന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ കഴിയുകയും ചെയ്യുന്നതിൽ ഗവേഷണം നടത്തുക എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ജോലി CPM-ന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് വന്നിരിക്കുന്ന സീതാറാം യെച്ചൂരിക്കുണ്ട്. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കൽ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അല്ലാതെ ദർബാറുകളിൽ പോയിരുന്ന് വർത്തമാനം പറഞ്ഞ് പാർട്ടി ഉണ്ടാക്കാം എന്ന് വിചാരിക്കുന്നത് അർത്ഥശൂന്യമായ ഒരു കാര്യമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തിൽ നിലവിലുള്ള ഫാസിസ്റ്റ് സംഘടനാ സംവിധാനത്തിനെതിരെ പോരടിക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് മാത്രമേ നിലനിൽക്കാനായിട്ട് കഴിയുള്ളൂ. അല്ലാത്ത പ്രസ്ഥാനങ്ങളെല്ലാം കടലാസിൽ മാത്രം നേതാക്കൾക്ക് കൊണ്ടു നടക്കാൻ കഴിയുന്ന പ്രസ്ഥാനങ്ങളായി മാറിത്തീരും. കേരളത്തിൽ തീർച്ചയായിട്ടും പിണറായി വിജയൻ ആ കാര്യം പറയാൻ കഴിയുന്നത് അതിശക്തമായിട്ട് അദ്ദേഹത്തിന്റെ പാർട്ടിയെ കേന്ദ്രീകൃതമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. അതിൽ അതിശക്തമായിട്ടുള്ള പല അഭിപ്രായ വ്യത്യാസങ്ങളും ഞങ്ങളെപ്പോലുള്ള ആളുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സംഘടനാ സംവിധാനം എന്ന് പറയുന്നതിന്റെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമാണ് സംഘടനയ്ക്ക് ചലിക്കാനും പ്രവർത്തിക്കാനും കഴിയുള്ളൂ. സീതാറാം യെച്ചൂരിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള സുസംഘടിതമായിട്ടുള്ള ഒരു പ്രസ്ഥാനം രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ജീവിതം അർപ്പിക്കുക എന്ന് പറയുന്നതായിട്ടുള്ള ജോലി അദ്ദേഹം നിർവഹിക്കുന്നില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. പുതിയ കാലത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പാർലമെന്റിലും അതേപോലെയുള്ള വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് ശ്രീ NMPS താങ്കൾ പറയുന്നത്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, 1 മിനിറ്റിൽ താങ്കൾ തീർക്കണം. എനിക്ക് സമയക്കുറവുള്ളത് കൊണ്ടാണ്, എന്നോട് ക്ഷമിക്കണം. നോക്കൂ, ഇപ്പോഴും ഈ വിഭാഗീയത ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവരെല്ലാം ഉപയോഗിക്കുന്നുണ്ടോ? ഇന്നലെ VS അച്യുതാനന്ദൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സീതാറാം യെച്ചൂരി മത്സരിക്കണം എന്ന്, ഇന്ന് പിണറായി വിജയൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മത്സരിക്കരുത് എന്ന്. നമുക്കറിയാം, കേരളത്തിൽ പിണറായി വിജയൻ പ്രകാശ് കാരാട്ടിനോടൊപ്പവും VS അച്യുതാനന്ദൻ സീതാറാം യെച്ചൂരിയോടൊപ്പവുമാണ് എന്ന്. അത് ആ നിലയിൽ തന്നെ ഇവിടെ നിന്ന് പ്രതിഫലിച്ചു. ദേശീയ തലത്തിൽ വോട്ടെടുപ്പ് നടക്കുമ്പോൾ ബംഗാൾ ഘടകം ഒരിടത്തും കേരള ഘടകം വേറൊരിടത്തും, ത്രിപുരയ്ക്ക് പ്രത്യേക താല്പര്യം ഈ കാര്യത്തിലുണ്ട്, കോൺഗ്രസിനെ എതിർക്കുക എന്നുള്ളത് പ്രത്യേക താല്പര്യമുണ്ട് എന്നുള്ളതുകൊണ്ട് അവർ തൽക്കാലം കേരള ഘടകത്തോടൊപ്പം കൂടി. ഈ വിഭാഗീയത ഇപ്പോഴും നിലനിൽക്കുകയാണ്. അല്ല, VS അച്യുതാനന്ദന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ഒരു വിഭാഗീയതയുടെ ഒരു അവശിഷ്ടമുണ്ട്. ശരിയാണ് താങ്കൾ പറഞ്ഞത്. കാരണം അദ്ദേഹത്തിന് ഈ സീതാറാം യെച്ചൂരിയുമായുള്ള പ്രത്യേക മമതാ ബന്ധം സുവിദിതമാണ്. അതിൻ്റെ കാര്യം പ്രധാനമല്ല. മറിച്ച് ആ നിലയ്ക്ക് ദേശീയ നേതൃത്വത്തിൻ്റെ ഇടയിൽ ഒരു വിഭാഗീയതാവാദം നമുക്ക് പറയാനാകില്ല. അങ്ങനെ നിലനിന്ന് കാണുന്നില്ല. അതുമാത്രമല്ല, കഴിഞ്ഞ തവണ യെച്ചൂരിക്ക് കിട്ടിയിരുന്ന പിന്തുണ ഇത്തവണ കിട്ടിയിട്ടുമില്ലല്ലോ നികേഷ്. അതും നാം മനസ്സിലാക്കണം. ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, UPA സർക്കാർ ഉണ്ടായിരുന്ന കാലത്ത് പ്രകാശ് കാരാട്ട് ഫസ്റ്റ് ലെഫ്റ്റനന്റായി നിന്ന് അന്നത്തെ സർക്കാരിനെ, UPA സർക്കാരിനെ നയിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു ഒരളവോളം. അന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത് ആ ഗവൺമെന്റിന്റെ സാരഥ്യം വഹിച്ചത് മൻമോഹൻ സിംഗും പ്രകാശ് കാരാട്ടും കൂടിയാണ്. ആ നിലയ്ക്ക് അനിതര സാധാരണമായ പ്രശസ്തിയിലേക്ക് പ്രകാശ് കാരാട്ട് വളർന്നു. അന്ന് 60 അംഗ ഇടതുപക്ഷത്തെയാണ് നമുക്ക് കാണാൻ കഴിയുക.
അന്നത്തെ സാന്നിധ്യം ഇന്ന് പാർലമെന്റിൽ ഇടതുപക്ഷത്തിനില്ല. ഇന്ന് 9 അംഗങ്ങൾ ലോക്സഭയിലും ചുരുങ്ങിയ ചിലർ രാജ്യസഭയിലുമാണ്. ശ്രീ ബാസുരേന്ദ്ര ബാബു, സമയക്കുറവാണ്, പെട്ടെന്ന്. അത് ശരി തന്നെയാണ്. അതുണ്ടായിരിക്കുമ്പോൾ തന്നെ പൊതുവായുള്ള സമീപനം നിർവചിക്കപ്പെടുന്നതിന്റെ പാരാമീറ്റേഴ്സ് ഉണ്ടല്ലോ. ആ പാരാമീറ്റേഴ്സിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിക്ക് എന്തായാലും പാർലമെന്റിൽ വളരെ കലാപങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ വലിയ യൂണിറ്റി ഫോം ചെയ്യുന്ന ഒരു MP ആയിരിക്കണം എന്ന് നിർബന്ധിക്കുന്നത് ഒരു ആശാവഹമായ കാര്യമാണ്. വളരെ നന്ദി ശ്രീ ബാസുരേന്ദ്ര ബാബു. ഒപ്പം തന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്ത NM Pearson, G ദേവരാജൻ, ലിസ് മാത്യു, PJ കുര്യൻ, രാജ്യസഭാ ഉപാധ്യക്ഷൻ NK പ്രേമചന്ദ്രൻ, ഗോപി എന്നിവർക്കും നന്ദി. ന്യൂസ് 8 അവസാനിക്കുന്നു. നമസ്കാരം.